ഗുഡ് ഈവനിങ്. എല്ലാവർക്കും I+ന്റെ ലൈവ് സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ബോട്ടണിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാമല്ലോ എക്സാം ഇങ്ങനെ അടുത്തെത്തിക്കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ആയിരിക്കും. അപ്പൊ ഈ പ്രിപ്പറേഷൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പഠിച്ചത് കറക്റ്റ് ട്രാക്കിൽ തന്നെയാണോ? എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഓരോ മൊഡ്യൂളിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളുമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രീവിയസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു 2022 അല്ലെങ്കിൽ 23 വരെ ചോദിച്ച ഒരു പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഒരു നെറ്റ് ലെവലിലേക്ക് എത്തി നിൽക്കുന്ന രീതിയിലായിരുന്നു ഈ കഴിഞ്ഞ എക്സാമിന്റെ പാറ്റേൺ. അപ്പൊ നമ്മുടെ പഠനം കുറച്ചും കൂടി മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ എവിടൊക്കെയാണ് മാറേണ്ടത്, എന്തൊക്കെയാണ് പുതിയ ട്രെൻഡുകൾ, അതുപോലെ എവിടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത്. അതോടൊപ്പം പറഞ്ഞ പോലെ തന്നെ ധാരാളം ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ ഷോർട്ട് നോട്ട്സിലായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കോർ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏതൊക്കെയാണ് കോർ ടോപ്പിക്കുകൾ എന്നുള്ളത് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ തന്നെ പറയുന്നുണ്ടാവും. ഓരോ മൊഡ്യൂളുകളിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതെന്നുള്ളത്. പിന്നെ ധാരാളം നമുക്ക് അറിയാല്ലേ, ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വരും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ I+ന്റെ കോഴ്സിൽ ധാരാളം മോക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പൊ ആ ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്ത് ചെയ്യുക, പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളിപ്പോ ഏതെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് അറിയാം 6 മൊഡ്യൂളുകളുണ്ട് അല്ലെങ്കിൽ 6 യൂണിറ്റുകളുണ്ട്. ഈ 6 യൂണിറ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ പറയും. എങ്കിലും നിങ്ങളിപ്പോ പഠിച്ച ചില മൊഡ്യൂളുകൾ നിങ്ങൾക്ക് കുറച്ച് പാടായിരിക്കും, ചിലത് ഈസി ആയിരിക്കും. അപ്പൊ ആ പഠിച്ചിട്ടുള്ള മൊഡ്യൂളുകൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക. റെഗുലർ റൊട്ടീൻസ് ഫോളോ ചെയ്ത് തന്നെ പോവുക. വളരെ കൂളായിട്ടിരിക്കുക. നമുക്ക് എന്തായാലും ഇത്തവണ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. നമുക്ക് ആദ്യം തന്നെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ നോക്കാം. അതൊന്നും ജസ്റ്റ് നോക്കിയ ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാം യൂണിറ്റ് 1 എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എങ്കിലും കൂടുതൽ വെയിറ്റേജ് വരുന്ന, കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വരുന്ന ഭാഗങ്ങളാണ് ഇവ. അതായത് യൂണിറ്റ് 1 നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ആൽഗെ, ഫംഗസ്, ലൈക്കൺ, ബ്രയോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ഒക്കെയാണ് വരുന്നത്. അവയുടെ ജനറൽ ക്യാരക്ടേഴ്സിനും എക്കണോമിക് ഇമ്പോർട്ടൻസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ കോമൺ നെയിംസും സയന്റിഫിക് നെയിംസും നോക്കിക്കോളുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡില് ധാരാളം കോമൺ നെയിമുകൾ തന്നിട്ട് സയന്റിഫിക് നെയിമുകൾ ചോദിക്കാറുണ്ട്. പിന്നെ ബാക്ടീരിയയിൽ മെയിൻ ആയിട്ട് റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ വിരിയോൺസ്, വൈറോയിഡ്സ്, റിട്രോ വൈറസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. യൂണിറ്റ് 1 സംബന്ധിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. യൂണിറ്റ് 2 പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ മോർഫോളജി ആണ് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് ലീഫ്, ഫ്രൂട്ട്, ഇൻഫ്ലോറസൻസുകളുടെ മോർഫോളജി നോക്കുക. അതുപോലെ തന്നെ ആൻജിയോസ്പേം ഫാമിലീസ് ഉണ്ട്, അവയുടെയൊക്കെ ഐഡന്റിഫിക്കേഷൻ ക്യാരക്ടേഴ്സ് നോക്കുക. ഇപ്പൊ കുറേ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ഏതാണ് അല്ലാത്തത്, ഏതാണ് കറക്റ്റ് ആ ഫാമിലിയിൽ ഉള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഷുവർ ആണല്ലേ, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്കണോമിക് ഇമ്പോർട്ടൻസിൽ നിന്ന് ചോദിക്കും. പിന്നെ എത്തനോബോട്ടണി എന്തായാലും ഉണ്ട്. എത്തനോബോട്ടണിയുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നെങ്കിൽ ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ട്രൈബ്സ് യൂസ് ചെയ്യുന്ന കുറേ ട്രൈബുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ ട്രൈബ് കാറ്റഗറിയിലുള്ളവർ യൂസ് ചെയ്യുന്ന പ്ലാന്റ് ഏത്, അല്ലെങ്കിൽ ആ പ്ലാന്റിന്റെ എക്കണോമിക് മെഡിസിനൽ പരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ത്, അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കാം യൂണിറ്റ് 2 നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഫിക്സേറ്റീവ് സ്റ്റെയിനുകൾ, മൈക്രോ ടെക്നിക്കൽ യൂസ് ചെയ്യുന്ന സ്റ്റെയിനുകളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ റീപ്രൊഡക്റ്റീവ് ബോട്ടണി. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 2 നിന്നും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത്. യൂണിറ്റ് 3 ആവുമ്പോൾ ഫൈറ്റോ ഹോർമോൺസുകൾ നോക്കുക, ക്രൊമാറ്റോഗ്രഫി, ഇലക്ട്രോഫോറോസിസ്, അതുപോലെ തന്നെ ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് കുറേ ടെസ്റ്റുകളൊക്കെ പഠിക്കാനുണ്ട് അല്ലെ. അതിലെ ഫോർമുലയും അത് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആരാണെന്ന്, ഓരോ ടെസ്റ്റുകളും കണ്ടെത്തിയ സയന്റിസ്റ്റ്, അതിന്റെ ഫോർമുല,
ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 3 നോക്കേണ്ടത്. ഈ പറയുന്നത് എന്താണ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ സിലബസ് ഒക്കെ കവർ ചെയ്തിരിക്കുകയാണ് എങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. ഇനി എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോർ ടോപ്പിക്കുകൾ ഒന്ന് നോക്കിയിട്ട് ലാസ്റ്റ് മിനിറ്റിന് മുമ്പായിട്ട് എക്സാമിന് പോവാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത്. ദെൻ യൂണിറ്റ് 4ലേക്ക് വരുമ്പോൾ നമ്മൾ സെലോഗനൽസും അവയുടെ ഫങ്ഷൻസും നോക്കുക. മൈറ്റോസിസ് ആൻഡ് മിയോസിസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. യൂണിറ്റ് 5ലേക്ക് വരുമ്പോൾ അവിടെ എൻവയോൺമെന്റൽ ഇഷ്യൂസുകൾ ധാരാളം ഉണ്ടല്ലേ. അപ്പൊ ആ എൻവയോൺമെന്റൽ ഇഷ്യൂസുകൾ, അതിന്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ പ്രോഗ്രാമുകൾ ഉണ്ട്. നമുക്കറിയാം കുറെ പ്രോട്ടോകോൾസുകളും, കൊയോട്ടോ പ്രോട്ടോകോൾസ്, മോൺട്രിയൽ പ്രോട്ടോകോൾസ്, അങ്ങനെ കുറെ പ്രോട്ടോകോൾസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവയുടെ ഇയറും ഓരോ പ്രോട്ടോകോളും ഏത് എൻവയോൺമെന്റൽ ഇഷ്യൂമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കുക. അതേപോലെ തന്നെ നാഷണൽ പാർക്കുകളും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ ഒന്ന് നോക്കുക. പിന്നെ ഡൈവേഴ്സിറ്റി സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണും. ഇനി നമുക്കറിയാം നമ്മുടെ യൂണിറ്റ്, ലാസ്റ്റ് യൂണിറ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അവിടെ നമ്മുടെ PCR, RFLP, RFPD അല്ലെ, SNPS, AFLPV ഇതൊക്കെ കൃത്യമായിട്ട് അതിന്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും നോക്കുക. പിന്നെ ബയോ ഇൻഫർമാറ്റിക്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതെങ്കിലും ഒരു ഡേറ്റാബേസ് സംബന്ധിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെ. ചിലപ്പോൾ പ്രോട്ടീൻ ഡേറ്റാബേസ് ആയിരിക്കും, ചിലപ്പോൾ ന്യൂക്ലിയോടൈഡ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റാബേസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഡേറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് കാണും. പിന്നെ പ്ലാന്റ് ഡിസീസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഓരോ പ്ലാന്റ് ഡിസീസും കോസ് ചെയ്യുന്നത് ഏതാണ്, ഏത് ഓർഗാനിസം ആണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ട്രെൻഡ് ഒന്നും ഇപ്പം മാറിയിട്ടുണ്ട് അല്ലെ. നമ്മൾ ബോട്ടണി ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എക്സാം എഴുതിയ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കമ്പാരിറ്റീവ്ലി നമുക്കൊരു വേറൊരു ലെവലിലേക്ക് പോയി എന്ന് പറയാവുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സാം ആയിരുന്നു ഈ പ്രീവിയസിൽ നടന്നത്. ചിലപ്പോൾ ഈ ഒരു ടൈം അത്രയും ഒരു ടഫ് രീതിയിലേക്ക് പോവില്ലായിരിക്കും. എങ്കിലും നമുക്ക് ഈ ഒരു 2022 ടൈമിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ടാക്സോണമിയിൽ നിന്നും സിമ്പിൾ ആയിട്ട് ഫാമിലി ഐഡന്റിഫിക്കേഷൻ ആയിരുന്നു ചോദിച്ചത്. ഡയറക്റ്റ് അങ്ങ് ചോദിക്കുകയായിരുന്നു, ഇന്നൊരു ക്യാരക്ടർ, ഇപ്പോൾ ഒരു അന്നോണേസി എന്ന് പറയുന്ന ഒരു ഫാമിലി തന്നിട്ട് അതിലെ ക്യാരക്ടർ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ അതിലെ ക്യാരക്ടർ ഏതാണ്, അങ്ങനെയുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഈ പ്രാവശ്യം ചോദിക്കുന്നത് എന്താണ്, നമ്മുടെ APJ ക്ലാസിഫിക്കേഷൻസ് ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ നോമൻക്ലേച്ചറിന് കുറേയധികം റൂളുകളുണ്ട്. ആ റൂൾസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ട് ടാക്സോണമിയിൽ നിന്നും കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതേപോലെ ഫിസിയോളജിയിൽ നേരത്തെ ഡയറക്റ്റ് സൈക്കിൾസ് ആയിരുന്നു. ഇപ്പം ഒരു ട്രെൻഡ് അനുസരിച്ച് സൈക്കിൾസിനേക്കാൾ കൂടുതൽ സൈക്കിൾസിലെ ഇൻഹിബിറ്റർ സൈറ്റുകൾ, ഓരോന്നും ഇൻഹിബിറ്റ് ചെയ്യുന്ന ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ജനറ്റിക്സിലാണെങ്കിൽ ലിങ്കേജ് മാപ്പിംഗ്, അതുപോലെ തന്നെ ഇന്ററാക്ഷൻസ്, എപ്പിസൈസിസ് ഇന്ററാക്ഷൻസും മറ്റും ചോദിക്കാറുണ്ട്. ബയോടെക്നോളജിയിൽ വെക്ടർ മാപ്പ്, PCRs ഇവയുടെയൊക്കെ അഡ്വാൻസ്ഡ് ലെവൽസിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കോർ ടോപ്പിക്കുകളും അതുപോലെ ഈ ഒരു കറണ്ട് പാറ്റേണും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസിലേക്ക് കടക്കാം. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അറിയാമെങ്കിലും അറിയില്ല എങ്കിലും ഒരു ഏകദേശം ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് കമന്റ് ചെയ്യാവുന്നതാണ്. A ആണെങ്കിൽ A എന്നോ, B ആണെങ്കിൽ B എന്നോ, C ആണെങ്കിൽ C എന്നോ ഉള്ള രീതിയിൽ നമുക്കത് കമന്റ് ചെയ്യാം. അപ്പൊ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് കമന്റ് ചെയ്യാം. നമുക്ക് ഏറ്റവും കൂടുതൽ ആൻസേഴ്സ് ആരാണ് അവസാനം പറയുന്നത് എന്ന് നോക്കാം. പ്രോബ്ലം ഇല്ല, തെറ്റിപ്പോയാലും പ്രശ്നമില്ല. ജസ്റ്റ് ആക്റ്റീവ് ആയിട്ട് ലൈവ് ആയിട്ട് ഇരിക്കുക. അപ്പൊ നമ്മുടെ ലൈവ് സെക്ഷൻ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഓരോ തമ്പ് തരാം. റെഡി അല്ലേ? ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. നമുക്കിവിടെ ഒരു 3 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത് അല്ലെ. ഒരു 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 3 സ്റ്റേറ്റ്മെന്റുകളിൽ ചോദിച്ചിരിക്കുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർനാഷണൽ കോഡ് ഓഫ് നോമൻക്ലേച്ചർ. ICN-മായി ബന്ധപ്പെട്ടിട്ട് 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എ ബൊട്ടാനിക്കൽ നെയിം ഈസ് ഫിക്സ്ഡ് ടു എ ടാക്സോൺ ബൈ എ മെത്തേഡ് ഓഫ് ടൈപ്പിഫിക്കേഷൻ. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ദ റൂൾ ഓഫ് പ്രയോറിറ്റി ഡസ് നോട്ട് അപ്ലൈ ടു നെയിം പബ്ലിഷ്ഡ് ബിഫോർ May 1,
1753. സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നത് എ നെയിം ഈസ് കൺസിഡേർഡ് വാലിഡ്ലി പബ്ലിഷ്ഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഇൻ അക്കമ്പനിഷ്ഡ് ബൈ ലാറ്റിൻ ഓർ ഇംഗ്ലീഷ് എന്നുള്ള 3 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കണ്ടെത്താനായിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ്. ഇപ്പൊ 1ഉം 2ഉം മാത്രമാണോ, അല്ലെങ്കിൽ 2ഉം 3ഉം മാത്രമാണോ, 1 മാത്രമാണോ, ഇനി ഈ താഴെ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? പറയാനായിട്ട് പറ്റുന്നുണ്ടോ? ആൻസേഴ്സ് അറിയാമെങ്കിൽ പറയാട്ടോ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അല്ലെ. എ ബൊട്ടാണിക്കൽ നെയിം ഈസ് ഫിക്സഡ് ടു എ ടാക്സോൺ ബൈ ദ മെത്തേഡ് ഓഫ് ടൈപ്പിഫിക്കേഷൻ. അതായത് ഒരു സസ്യത്തിന് അല്ലെങ്കിൽ ഒരു പ്ലാന്റിന് നമ്മൾ പേര് നൽകുമ്പോൾ ആ പേര് എന്ത് ചെയ്യുന്നു, ഒരു ടൈപ്പ് സ്പെസിമെൻ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സാമ്പിളുമായിട്ട് ഓൾറെഡി ബന്ധിപ്പിച്ചിരിക്കും. അപ്പൊ നമ്മൾ ഒരു പ്ലാന്റിന് പേര് നൽകുമ്പോൾ ആ പേര് ഒരു ടൈപ്പ് സ്പെസിമെൻ അഥവാ ഫിസിക്കൽ സാമ്പിളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കും. ഇതിനെയാണ് നമ്മൾ ടൈപ്പിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ആ നെയിം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ സ്പെസിമനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, ഇറ്റ്സ് കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. സോ സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് പോകുമ്പോൾ ദ റൂൾ ഓഫ് പ്രയോറിറ്റി ഡസ് നോട്ട് അപ്ലൈ ടു നെയിം പബ്ലിഷ്ഡ് ബിഫോർ May 1, 1753. അതായത് പ്ലാൻ നോമൻക്ലേച്ചറിന്റെ ഹിസ്റ്ററിയിൽ ഈ ഒരു 1753 May 1 എന്ന് പറയുന്നത് എന്താണ്, ലീനിയർ സ്പീഷീസ് പ്ലഞ്ചാറം ഉണ്ടല്ലോ, അത് പ്രസിദ്ധീകരിച്ച ഡേറ്റ് ആണ്. അപ്പം ഇതിനെ അടിസ്ഥാനമാക്കിയുള്ളൊരു ഡേറ്റ് ആണ് ഈ 1753 എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ പേരുകൾക്കൊന്നും റൂൾ ഓഫ് പ്രയോറിറ്റി എന്തല്ല, ബാധകമല്ല എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റും എന്താണ്, കറക്റ്റ് ആണ്. അതായത് 1753 ശേഷം ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ച ആദ്യമായിട്ട് വന്ന പേരുകൾക്കാണ് മുൻഗണന. 1753 മുമ്പുള്ള പേരുകൾക്ക് മുൻഗണന കൊടുക്കുന്നില്ല. അതേപോലെ സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്, ഒരു പ്ലാന്റിന്റെ പേര് ലോകമെമ്പാടും അംഗീകരിക്കണമെങ്കിൽ, വാലിഡ്ലി പബ്ലിഷ്ഡ് ആണ് എങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്തായിരിക്കണം, ഒന്നെങ്കിൽ ലാറ്റിനിലായിരിക്കണം. ആദ്യം കംപ്ലീറ്റ്ലി ലാറ്റിനിലായിരിക്കണം എന്നായിരുന്നു. പക്ഷെ ഇപ്പം 2012 ശേഷം ഇംഗ്ലീഷും എന്താണ്, അനുവദനീയമായിട്ടുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് 3യും എന്താണ്, ഇവിടെ കറക്റ്റ് ആണ്. ആരും തന്നെ ആൻസർ പറഞ്ഞില്ല. സോ ഇതിന്റെ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ എന്ത് മനസ്സിലാവും, ഓൾ ഓഫ് ദി എബോവ്, എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എന്താണ്, കറക്റ്റ് ആയിട്ട് ഉള്ളതാണ്. ഇത് നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻസുമായിട്ട് അധികം ബന്ധമില്ല എങ്കിലും ഞാൻ പറയാം, ഈ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് എല്ലാ സെറ്റ് എക്സാംസിനും ചോദിക്കുന്നതാണ്. അപ്പൊ ഇത് പലർക്കും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകും. ഇത് നമ്മുടെ നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ടാക്സോണമിയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹോളോടൈപ്പ്, ഐസോടൈപ്പ്, ലെക്ടോടൈപ്പ്, നിയോടൈപ്പ്, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നമ്മൾ വളരെ ഷോർട്ട് ആൻഡ് ബ്രീഫ് ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതും കൂടി നമ്മൾ നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുക. ഇപ്പൊ ഹോളോടൈപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു പുതിയൊരു പ്ലാന്റിനെ കുറിച്ച് എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്ലാന്റിനെ കുറിച്ചൊരു ഓഥർ എന്ത് ചെയ്യാണ്, പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു സിംഗിൾ സ്പെസിമൻ ആണ് ഹോളോടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പുതിയ പ്ലാന്റിനെ കുറിച്ച് ഞാൻ പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സിംഗിൾ സ്പെസിമൻ എടുക്കും. ആ സിംഗിൾ സ്പെസിമനെയാണ് നമ്മൾ ഹോളോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഐസോടൈപ്പ് ഉണ്ട്. ഐസോടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഹോളോടൈപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണോ ഞാൻ ഹോളോടൈപ്പിനെ എടുത്തത് അതേ സെയിം സമയത്തും അതേ സെയിം സ്ഥലത്ത് നിന്നും സ്വീകരിക്കുന്ന അടുത്തൊരു സ്പെസിമൻ ആണ് ഏതെന്ന് പറയുന്നത്, ഐസോടൈപ്പ്. അപ്പം ഹോളോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പുതിയതായിട്ടൊരു പ്ലാന്റ് എടുക്കുകയാണ്. അപ്പൊ ആ സസ്യത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ പ്ലാന്റിനെ കുറിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യണം. അപ്പൊ ഞാൻ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഫസ്റ്റ് എടുക്കുന്ന സിംഗിൾ സ്പെസിമൻ ആണ് ഹോളോടൈപ്പ്. ഹോളോടൈപ്പിന്റെ എന്താണ്, ഡ്യൂപ്ലിക്കേറ്റിനെയാണ് നമ്മൾ ഐസോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ലെക്ടോടൈപ്പ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, തുടക്കത്തിൽ തന്നെ നമ്മളൊരു ഹോളോടൈപ്പ് നമുക്ക് കിട്ടിയില്ല, ഹോളോടൈപ്പ് ഫിക്സ് ചെയ്തില്ല എങ്കിൽ പിന്നെ പബ്ലിക്കേഷന്റെ പല സമയത്ത് എപ്പോഴെങ്കിലും ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്,
ലെക്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഹൊളോടൈപ്പ് ഇല്ല എങ്കിൽ ചൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ലെക്ടോടൈപ്പ്. ഇനി നിയോ ടൈപ്പ് ഉണ്ടല്ലേ, നിയോ എന്ന് പറയുമ്പോൾ പുതിയത്, അതായത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒറിജിനൽ സംഭവം നമുക്ക് അങ്ങ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഡിസ്ട്രോയ് ആയി പോയെന്ന് വെച്ചു. സോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പുതിയ സ്പെസിമെൻ ആണ് നിയോ ടൈപ്പ്. ഇത് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധമില്ല, എങ്കിലും ആ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. പെട്ടെന്ന് ആൻസേഴ്സ് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൻസേഴ്സ് പറയാട്ടോ. അതായത് നമ്മുടെ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. ഒരു 4 എവല്യൂഷൻസുകൾ തന്നിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ബി ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് മാച്ച് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് പറയാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് കൺവേർജന്റ് എവല്യൂഷൻ ആണ് ആദ്യം ഉള്ളത് അല്ലെ. അപ്പൊ എന്താ കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, കൺവേർജന്റിൽ ഏതായിരിക്കും വരുന്നത്? ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് തെറ്റിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ, ആൻസേഴ്സ് പറഞ്ഞോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ, നമുക്ക് നോക്കാം. തെറ്റാണെങ്കിൽ നോ പ്രോബ്ലം. നിങ്ങൾ എന്തായാലും ഇനി എക്സാമിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും എന്താണ് ഒരു ഫൈനൽ പ്രിപ്പറേഷന്റെ സ്റ്റേജിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ടോപ്പിക്കുകളൊക്കെ പഠിച്ചിട്ടിരിക്കുക. അപ്പൊ ജസ്റ്റ് അറിയാവുന്ന കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ലൈവ് സെക്ഷൻ അല്ലേ, അപ്പൊ ലൈവായിട്ടിരിക്കുക. സോ കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബന്ധമില്ലാത്ത, അതായത് ഒരു ബന്ധവുമില്ലാത്ത 2 തരം എന്താണ് പ്ലാന്റുകൾ. ഈ പ്ലാന്റുകൾ ഒരേ തരം എൻവയോൺമെന്റിൽ ജീവിക്കുകയാണെന്ന് വെച്ചോ. അപ്പൊ എന്ത് ചെയ്യും? അവരൊരു കോമൺ സ്വഭാവം കാണിക്കും. ആദ്യം അവർ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, പക്ഷെ അവർ ഒരേ ചുറ്റുപാടിൽ ഒരേ എൻവയോൺമെന്റിൽ ജീവിക്കുന്ന കാരണം അവർക്ക് എന്ത് ചെയ്യുന്നു? ഒരേ സ്വഭാവം കാണിക്കുന്നു. അപ്പൊ അങ്ങനെ കൺവേർജന്റ് എക്സാമ്പിൾ ഏതാണ്? യൂഫോബിയയും കാക്ടസും. ഇവർ 2 പ്ലാന്റ്സുകളും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ ഇവർ 2 പേരും ഏത് ചുറ്റുപാടിലാണ് ജീവിക്കുന്നത്? ആ ഡെസേർട്ട് കണ്ടീഷനിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്യുലൻസ് എന്നുള്ളൊരു കോമൺ അഡാപ്റ്റേഷൻ എവിടെ വരുന്നു? ഈ 2 പ്ലാന്റുകളിലും ഉണ്ടാവുന്നു. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? കൺവേർജന്റ് എവല്യൂഷന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. സോ എ എന്ന് പറയുന്നത് എന്താണ്? എ വന്നിട്ട് 2 ആണ്. സോ ബി. നിങ്ങൾക്കൊക്കെ ആൻസേഴ്സ് പറയാം കേട്ടോ, ആർക്ക് വേണമെങ്കിലും ആൻസേഴ്സ് പറയാം. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡാപ്റ്റീവ് ആണ് അല്ലെ. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും. ആദ്യം ഇവയെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ്. എന്നാൽ അത് ജീവിക്കുന്ന എൻവയോൺമെന്റിനനുസരിച്ച് പിന്നെ എന്ത് ചെയ്യുന്നു? പല പുതിയത് ഫോം ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഡാർവിൻ ഫിഞ്ചസ് അല്ലെ. ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ അത് ജീവിക്കുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ എൻവയോൺമെന്റിനനുസരിച്ച് എന്ത് ചെയ്തു? പലതരം ഫിഞ്ചസുകൾ ഉണ്ടാവുകയുണ്ടായി. നെക്സ്റ്റ് കോ എവല്യൂഷൻ ആണ്. അപ്പൊ സോറി, ബി എന്ന് പറയുന്നത് ആൻസർ അപ്പൊ എന്താണ്? ബി എന്ന് പറയുന്നത് 1 ആണ്. ബി ഈസ് 1. ഇനി നെക്സ്റ്റ് കോ എവല്യൂഷൻ ആണ്. കോ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിനും ഒരേ രീതിയിൽ, കോ എവല്യൂഷൻ അത് നമുക്ക് മനസ്സിലാക്കാം, രണ്ടിനും ഒരേ രീതിയിലായിരിക്കും എന്ത്? ഡിപ്പെൻഡന്റ് ആണ് മാറ്റം ഉണ്ടാവുന്നത്. അത് കറക്റ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആരാണ്? നമ്മുടെ ഓർക്കിഡ് ഫ്ലവേഴ്സും അതുപോലെ തന്നെ അവയുടെ സ്പെസിഫിക് ആയിട്ടുള്ള പോളിനേറ്റേഴ്സും. ഓർക്കിഡിൽ ഉണ്ടാവുന്ന ചേഞ്ചുകൾ ആരെല്ലാം ബാധിക്കും? ഈ പോളിനേറ്റേഴ്സിലും ബാധിക്കും. ദെൻ പാരലൽ എവല്യൂഷൻ ആണ്. സിമിലർ ആയിട്ടുള്ള ലീഫുകൾ എന്ത് ചെയ്യുന്നു? ഇൻ അൺറിലേറ്റഡ്, അതായത് ബന്ധമില്ലാത്ത എന്താണ് വെയിൻസിൽ ഒരേ തരത്തിലുള്ള ലീഫിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അൺറിലേറ്റഡ് ആയിട്ടുള്ള വെയിൻസുകൾ ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ പാരലൽ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. അപ്പൊ A2 B1 C3 D1 4. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് അപ്പം ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ ആൻസർ പറയുന്നില്ല എങ്കിലും നിങ്ങൾ തന്നെ ഒരു ബുക്കോ പേപ്പറോ എടുത്തു വെച്ചിട്ട് ലാസ്റ്റിൽ നമ്മൾ കുറേ, അതായത് ഓരോ മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങൾ ആരോടും പറയണ്ട, നിങ്ങൾ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. എത്ര പഠിച്ചു, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാനിപ്പോ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു, 2 നമ്മുടെ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇത് 2ഉം ശരിയായിട്ട് കിട്ടിയോ അല്ലെങ്കിൽ തെറ്റിപ്പോയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോ ഇവിടെ പറയണം എന്നില്ല. നിങ്ങളുടെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ ജസ്റ്റ് നിങ്ങളെ സെൽഫ് അസസ് ചെയ്യാനായിട്ട് ഒന്ന് എഴുതി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്.
ഇനി നെക്സ്റ്റ് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആൻസേഴ്സ് പെട്ടെന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിച്ച് അമോങ് ദ ഫോളോയിങ് ഇസ് നോൺ ആസ് ഫ്രോഗ് സ്പൂൺ ആൽഗി? വോൾവോക്സ്, ജെലീഡിയം, ഗ്രാസിലേറിയ, അതുപോലെ തന്നെ എന്താണ് ബെട്രാക്കോസ്പെർമം. പറയാമോ പെട്ടെന്ന്? ആൻസേഴ്സ് പറയാമോ ഇതിന്? ഫ്രോഗ് സ്പൂൺ ആൽഗി എന്നറിയപ്പെടുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ആൽഗിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആരും ആൻസേഴ്സ് പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു ഫ്രഷ് വാട്ടർ റെഡ് ആൽഗയാണ്. നമ്മുടെ ഫ്രോഗിന്റെ എഗ്ഗുമായിട്ട് വളരെയധികം റിസംബിൾനെസ് ഉള്ളത് കൊണ്ടാണ് അവയെ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രോഗ് സ്പൂൺ ആൽഗി എന്ന് വിളിക്കുന്നത്. അപ്പൊ അവയെ കണ്ടു കഴിഞ്ഞാൽ ഈ എന്താണ് നമ്മുടെ ഫ്രോഗിന്റെ മുട്ടയില്ലേ, അപ്പൊ അതേപോലെ തന്നെ ഇരിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ബെട്രാക്കോസ്പെർമം എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻസേഴ്സ് പറയാൻ ശ്രമിക്കുക കേട്ടോ മാക്സിമം. ഇനി മ്യൂട്ടേഷൻ ഇൻ ദ ജീൻസ് റെസ്പോൺസിബിൾ ഫോർ ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ ഇൻ പ്ലാന്റ്സ് ആൻഡ് ഹ്യൂമൻ ലീഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി സിൻഡ്രം? അപ്പൊ നമുക്കറിയാലേ ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ ഉണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയിലെ സെൽസിനുള്ളിൽ ആരിരിപ്പുണ്ട്? DNA ഇരിപ്പുണ്ട്. ഈ DNA എന്ത് ചെയ്യും? UV ലൈറ്റ് DNA എത്തുന്ന സമയത്ത് DNA പല തരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടാവും. അങ്ങനെ UV ലൈറ്റ് മൂലം ഉണ്ടാവുന്ന ഡാമേജുകൾ, DNA ഉണ്ടാവുന്ന ഡാമേജുകള് കണ്ടെത്തിയിട്ട് അവയെ റിപ്പയർ ചെയ്യുന്ന മെക്കാനിസം ആണ് ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബോഡിക്കുള്ളിലുള്ള DNA ഈ DNA UV റേഡിയേഷൻസ് എത്തുന്ന സമയത്ത് ഈ ഓവറായിട്ട് UV റേഡിയേഷൻസ് എത്തുമ്പോൾ അതെന്ത് ചെയ്യും? നമ്മുടെ DNA ഡാമേജ് ചെയ്യും. അങ്ങനെ UV റേഡിയേഷൻ കാരണമുള്ള ഡാമേജുകൾ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള റിപ്പയർ മെക്കാനിസം ആണ് ഏതെന്ന് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഉണ്ടാവുന്ന എന്താണ് മിസ്റ്റേക്കുകൾ കാരണം എന്ത് ഡിസീസിലേക്ക് അല്ലെങ്കിൽ എന്ത് സിൻഡ്രംസിലേക്കാണ് പോകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിന് ആൻസേഴ്സ് പറയാൻ പറ്റുന്നുണ്ടോ? ശ്രമിച്ചു നോക്കുക. ഏതാണ് ആൻസേഴ്സ് എന്നുള്ളത്? ബ്ലൂം സിൻഡ്രം ആണോ? സീറോജെർമയാണോ? അല്ലെ കൊക്കെയിൻ സിൻഡ്രം ആണോ? അല്ലെങ്കിൽ ബിയും സിയും കൂടിയാണോ? ഏതാണ് ഇതിലുണ്ടാവുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയറിലെ മൂലം ഉണ്ടാകുന്ന ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഡിസീസ് എന്ന് പറയുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണമുണ്ട്. ബിയും സിയും ഉണ്ട്. നമ്മുടെ സീറോഡെർമയും ഉണ്ട്, അതുപോലെ തന്നെ കൊക്കെയിൻ സിൻഡ്രോവും ഉണ്ട്. ഈ സീറോഡെർമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സൺലൈറ്റില് കുറെ ടൈം നമ്മൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ, ഓക്കെ ബി എന്ന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബി കറക്റ്റ് ആണ് കേട്ടോ. ബി കറക്റ്റ് ആണ്. ബിയുടെ കൂടെ എന്തുണ്ട്? ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ സീറോഡെർമ എന്ന് പറയുന്നത് നമ്മൾ സൺലൈറ്റിൽ എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് സ്കിന്നിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഏകദേശം ഒരു പൊള്ളലുകൾ പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ സ്കിന്ന് ഭയങ്കരമായിട്ട് ചുളിയുന്നത് പോലെ തോന്നും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യും. അപ്പം അത് എന്തിന്റെ റെസ്പോൺസിബിൾ ആയിട്ടാണ്? ഈ ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയറിനെ റെസ്പോൺസിബിൾ ആയിട്ടുണ്ടാവുന്ന ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി സിൻഡ്രം ആണ്. അത് കൂടാതെ ഈ ഒരു കൊക്കെയിൻ സിൻഡ്രോവും ഉണ്ടാവുന്നുണ്ട്. അതെന്ന് പറയുന്നത് പ്രിമച്വർ ഏജിങ് ആയിരിക്കും. നമുക്ക് പ്രായമാവാതെ തന്നെ, നമുക്ക് സാധാരണഗതിയിൽ ഏജിങ് ആവുമ്പോഴാണ് സ്കിന്നിൽ എന്ത് വരുന്നത്? ചുളിവുകളൊക്കെ വരുന്നത്. അപ്പൊ പ്രായമാവാതെ തന്നെ നമ്മുടെ സ്കിന്നുകളിൽ ചുളിവുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സിൻഡ്രമാണ്. അതായത് സൂര്യപ്രകാശത്തോട്, സൺലൈറ്റിനോട് വളരെ സെൻസിറ്റീവ് ആയിട്ട് ഒരുപാട് സൺലൈറ്റിലൊക്കെ കൊള്ളുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഏജിങ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് കൊക്കെയിൻ സിൻഡ്രം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും എന്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്? നമ്മുടെ ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, ബ്ലൂം സിൻഡ്രം അല്ലെ. അപ്പൊ ഇതെന്താണെന്നൊന്ന് നോക്കാം. അതായത് ബ്ലൂം സിൻഡ്രം എന്ന് പറയുന്നത് നമ്മുടെ DNA ഹെലിക്കേസ് അറിയാമല്ലോ അല്ലെ. DNA ഹെലിക്കേസ് എന്ന് പറയുന്നത് DNA അൺവൈൻഡ് ചെയ്യുവാനായിട്ട്, ഡബിൾ സ്ട്രാൻഡ് ആയിട്ടുള്ള DNA ആണ്. ഈ DNA അൺവൈൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എൻസൈമാണ് ഹെലിക്കേസ്. ഈ ഹെലിക്കേസ് എൻസൈംസിന് എന്തെങ്കിലും തകരാറുണ്ടാവുകയാണ്, ഡാമേജ് ആയി പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത്? ബ്ലൂം സിൻഡ്രം എന്ന് പറയുന്നത്. അപ്പൊ അതെന്തായാലും ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയറുമായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെടുന്നില്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആൻഡ് സി ആണ്. അപ്പൊ നമുക്ക്
ഫസ്റ്റ് ഒരു ആൻസർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സുഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി കറക്റ്റ് ആണ്. ബിയോടൊപ്പം തന്നെ നമുക്ക് സിയും കൂടി കൺസിഡർ ചെയ്യാവുന്നതാണ്. ബി റൈറ്റ് തന്നെയാണ്. സോ ഹരിപ്രിയ D4 ഒന്നുകൂടി, ഞാൻ നമുക്ക് കുറച്ചൊരു ഡിലേ വന്നതുകൊണ്ട് തന്നെ നമ്മൾ മെസ്സേജ് ഇപ്പോഴാണ് കണ്ടത്. ഇപ്പൊ D4 ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏത് ക്വസ്റ്റ്യന്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഏതിന്റെ D4 ആണ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് ക്ലിയർ ചെയ്യണേ. ഓക്കെ, അപ്പൊ നമ്മള് പാരലൽ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മള് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. അപ്പൊ ഡി മാത്രമേ മനസ്സിലാവാത്തതായിട്ടുള്ളോ? ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ബാക്കി എയും ബിയും സിയും ഒന്നും പറയണ്ടായല്ലോ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാട്ടോ. നോക്കട്ടെ, പാരൽ മാത്രം മതിയല്ലോ. അപ്പൊ ഓക്കെ. ഇപ്പൊ പാരലൽ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, സിമിലർ ലീഫ് പാറ്റേൺസ് ഇൻ അൺറിലേറ്റഡ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ വൈൻസ്. അപ്പോ അത് കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മളെന്താ, ബന്ധമില്ലാത്ത വൈൻസിൽ ഒരേ തരത്തിലുള്ള ഒരു ലീഫ് പാറ്റേൺസുകൾ ഉണ്ടാവുകയാണ്. ഇപ്പൊ വൈൻസ് എടുക്കുകയാണെന്ന് വെച്ചോ, അപ്പൊ അതിലെന്താണ്, ഒരേ തരത്തിലുള്ള ലീഫ് പാറ്റേണുകൾ ഉണ്ടാകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇപ്പം ട്രോപ്പിക്കൽ വൈൻസുകൾ അൺറിലേറ്റഡ് ആയിരിക്കും, പക്ഷെ അതിൽ ഉണ്ടാവുന്ന ലീഫ് പാറ്റേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, സിമിലർ ആയിട്ട് ഉള്ളതായിരിക്കും. അതാണ് പാരലൽ എവല്യൂഷന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? ഹരിപ്രിയ ഓക്കെ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ ബ്രയോഫൈറ്റ് പൊസസർ ജെമ്മ, അല്ലെങ്കിൽ ജെമ്മി പൊസസ് ചെയ്യുന്ന ബ്രയോഫൈറ്റുകള് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജെമ്മെ പൊസസ് ചെയ്യുന്ന ആൻസേഴ്സ് പറയാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? ഇപ്പൊ നമ്മുടെ ബ്രയോഫൈറ്റ്സിന്റെ ലേറ്റസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് അനുസരിച്ച് നമുക്കറിയാം അതിനെ ഹെപ്പാറ്റിക്കോപ്സിഡ, ആഗ്രോസെറോപ്സിഡ, അതുപോലെ തന്നെ ബ്രയോപ്സിഡ. ആൻസർ എ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോ എന്താണ്, ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഹെപ്പാറ്റിക്കോപ്സിഡയാണ് ലിവർ വേർഡ്സുകള്. ദ നെയിം ഹെപ്പാറ്റിക്കോപ്സിഡ കം ഫ്രം ദ വേർഡ് ഹെപ്പാറ്റിക്സ് മീൻസ് ലിവർ അല്ലെ. അപ്പം ആ ഒരു ലിവറിന്റെ മീനിങ്സ് വെച്ച്, അല്ലെങ്കിൽ ആ ഒരു ലിവർ എന്നുള്ള മീനിങ് വെച്ചിട്ടാണ് ഹെപ്പാറ്റിക് ഓപ്സിഡേ എന്ന് വന്നത്. അതിന്റെ ഒരു കോമൺ നെയിം ആണ് ലിവർ വേർഡ്സ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഫർദർ എന്ത് ചെയ്യാനായിട്ട് പറ്റും, 4 ഓർഡേഴ്സിലായിട്ട് ഡിവൈഡ് ചെയ്യുക. മാർക്കാൻഷിയൽസ്, അതിലാണ് നമ്മുടെ റിക്സിയ മാർക്കാൻഷ്യ വരുന്നത്. അതുപോലെ തന്നെ സ്പീറോകാപ്പിയൽസ്, കാലോബ്രയേൽസ്, ജംഗമാനിയൽസ് എന്ന് പറഞ്ഞിട്ട് 4 ഓർഡേഴ്സുകളിലായിട്ടാണ് ഹെപ്പാറ്റിക് ഓപ്സിഡെ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ബ്രയോഫൈറ്റ്സിലെ ഡിവൈഡ് ചെയ്യുന്ന ആ ഫസ്റ്റ് ക്ലാസ് ആണ് ഹെപ്പാറ്റിക് ഓപ്സിഡ അഥവാ ലിവർ വേർഡ്സ്. അതിനെ ഫർദർ 4 ഓർഡേഴ്സ് ആയിട്ട് നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതില് ഈ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബഡ്സ് ആണ് ഏതെന്ന് പറയുന്നത്, ജെമ്മ അല്ലെ. നമുക്കറിയാം ജെമ്മ കപ്പിനുള്ളിലുള്ള ലീഫ് ലൈക്ക് ആയിട്ടുള്ള, ലീഫ് പോലെ തോന്നിക്കുന്ന മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സുകളാണ് ഈ ജെമ്മെ എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് അസെക്ഷുവൽ റീപ്രൊഡക്ഷനുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഈ ജെമ്മെ എന്ത് ചെയ്യുന്നു, അതായത് മെച്ചുറേഷൻ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പേരന്റിൽ നിന്നും ഡിറ്റാച്ച് ചെയ്തിട്ട് ന്യൂ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫീച്ചർ കാണിക്കുന്നത് നമ്മുടെ മാർക്കാൻഷ്യ, ലിനുലേലിയ ഒക്കെ വരുന്ന മാർക്കാൻഷ്യൽസ് ഓർഡറിൽ വരുന്ന ഹെപ്പാറ്റിക്കോപ്സിഡേ ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ബ്രയോഫൈറ്റ്സിലാണ്. സോ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് എ എന്ന് പറയുന്നത്. ഇപ്പം ജെമ്മ പൊസസ് ചെയ്യുന്നത് മാർക്കാൻഷ്യയിലും അതുപോലെ തന്നെ ലിനുലേറിയയിലും ആണ്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അതും കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദി സയന്റിഫിക് നെയിം ഓഫ് വിസ്ക് ഫേൺ. വിസ്ക് ഫേണിന്റെ സയന്റിഫിക് നെയിം കണ്ടെത്താനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വിസ്ക് ഫേൺ, സൈലോട്ടം. ആർക്കെങ്കിലും ആൻസേഴ്സ് പറയാനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പറയാം കേട്ടോ. സൈലോട്ടം ഉണ്ട്, അതുപോലെ തന്നെ ഡ്രയോപ്റ്ററിസ് ഉണ്ട്, മറാട്ടിയ ഉണ്ട്. ആൻസേഴ്സ് പറയാൻ പറ്റുന്നുണ്ടോ? ആരും ആൻസേഴ്സ് പറയാത്ത സ്ഥിതിക്ക്
ഞാൻ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ തന്നെ ആൻസേഴ്സ് പറയാം. ആൻസേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. സോ വിസ്ക് ഫേൺ എന്നുള്ളത് ഏതാണ്? സൈലോട്ടമാണ്. വിസ്ക് ഫേൺ എന്നറിയപ്പെടുന്നത് സൈലോട്ടാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഇത് നമുക്ക് കോമൺ ആയിട്ട് ഇതുവരെയുള്ള എക്സാംസിന് ചോദിച്ചിട്ടുള്ള കോമൺ നെയിമും സയന്റിഫിക് നെയിമുകളും ഒക്കെയാണ്. അപ്പൊ വിസ്ക് ഫേൺ കുറേ ടൈമിൽ ചോദിച്ചിട്ടുണ്ട്. വിസ്ക് ഫേൺ എന്നറിയപ്പെടുന്നത് എന്താണ്? സൈലോട്ടമാണ്. അതുപോലെ തന്നെ മെയ്ഡൻ ഹെയർ ഫേൺ ചോദിച്ചിട്ടുണ്ട്, അത് അഡിയാൻഡമാണ്. വാട്ടർ ഫേൺ ചോദിച്ചിട്ടുണ്ട്, അത് അസോളയാണ്. വാട്ടർ ക്ലോവർ ചോദിച്ചിട്ടുണ്ട്, തിരിഞ്ഞു പോവരുത്. വാട്ടർ ഫേൺ ആണ് അസോള, വാട്ടർ ക്ലോവർ ആണ് മാസീലിയ എന്ന് പറയുന്നത്. പിന്നെ മെയിൽ ഫേൺ ചോദിച്ചിട്ടുണ്ട്, ഡ്രയോപ്റ്ററിസ് ആണ്. ഹോസ്റ്റെയിൽ ചോദിച്ചിട്ടുണ്ട്, ഇക്വിസീറ്റം ആണ്. അതുപോലെ തന്നെ ബ്രാക്കൻ ഫേൺ ചോദിച്ചിട്ടുണ്ട്, ടെറിഡിയം ആണ്. ട്രീ ഫേൺ ആണ് സയാത്തിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് കോമൺ ആയിട്ട് ഇങ്ങനെ കോമൺ നെയിം തന്നിട്ട് സയന്റിഫിക് നെയിം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാവരും ലിസ്റ്റിലുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ തന്നെയായിരിക്കും ഇനിയും ചോദിക്കുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം. നെക്സ്റ്റ് എഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഈ ഒരു മാച്ച് ദ ഫോളോയിങ്ങില് എംബ്രിയോ ഡെവലപ്മെന്റ് ആണ് അല്ലെ. എംബ്രിയോയുടെ കുറെ എംബ്രിയോ ടൈപ്പുകൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എംബ്രിയോയുടെ ഡെവലപ്മെന്റുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ എംബ്രിയോ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം എംബ്രിയോ ഡെവലപ്മെന്റിന് മെയിൻ ആയിട്ട് രണ്ട് സെൽസുകളാണ് സഹായിക്കുന്നത് അല്ലെ. അതായത് നമ്മുടെ ടെർമിനൽ സെൽസും ഉണ്ട്, അതേപോലെ തന്നെ ബേസൽ സെൽസും ഉണ്ട്. അപ്പൊ ചിലതിൽ ടെർമിനൽ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ചിലതിൽ ബേസൽ സെൽസ് ആയിരിക്കും. ചിലപ്പോൾ രണ്ടും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഒരു എംബ്രിയോ ഡെവലപ്മെന്റിന് സഹായിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് മാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഫസ്റ്റ് ടൈപ്പ് എന്താണ്? ഫസ്റ്റ് ടൈപ്പ് കിട്ടുന്നുണ്ടോ? എ കിട്ടുന്നുണ്ടോ? ഒനാഗ്ര ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ എംബ്രിയോയുടെ എല്ലാ പാർട്സും എവിടെ നിന്നായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? ടെർമിനൽ സെൽസിൽ നിന്നായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു എംബ്രിയോയുടെ എല്ലാ പാർട്സും മെയിനായിട്ട് എന്തായിരിക്കും? ടെർമിനൽ സെൽസിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ ബേസൽ സെൽസിന് എന്തായിരിക്കും? വളരെ കുറഞ്ഞ പങ്ക് അല്ലെ. എംബ്രിയോ ഡെവലപ്മെന്റില് ബേസൽ സെൽസിന് വലിയ പങ്കൊന്നുമില്ല. കംപ്ലീറ്റ്ലി എന്തായിരിക്കും? ടെർമിനൽ സെൽസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ആസ്ട്രേ ടൈപ്പ് ആണെങ്കിൽ ഇതില് എന്താണ്? ഒരേപോലെ കറക്റ്റ് ആയിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബോത്ത് ബേസൽ ആണെങ്കിലും ടെർമിനൽ സെൽസ് ആണെങ്കിലും എന്ത് ചെയ്യും? ഒരേപോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എംബ്രിയോയുടെ ഫോർമേഷൻസിന് ആയിട്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് സൊളനാഡ് ടൈപ്പ് ആണ്. അതിലെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? അവിടെ ബേസൽ സെൽസ് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ഫോം ചെയ്യുന്നത്? ഒരു സസ്പെൻസർ രൂപത്തിലാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ നോക്കി, ഇവിടെ ഒരു സസ്പെൻസർ അല്ലെ. ബേസൽ സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ലൈൻ പോലെ സെൽസ് ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ഒരു ലൈൻ പോലെ ഒരു സസ്പെൻസർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് എംബ്രിയോ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ എന്ന് പറയുന്നത് സൊളനാഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ഒൻഗ്രാഡ് ടൈപ്പിൽ എന്താണ് നടക്കുന്നത്? ബേസൽ സെൽസിന് അവിടെ വലിയ റോളുകൾ ഒന്നും തന്നെ ഇല്ല. മെയിൻ ആയിട്ട് ടെർമിനൽ സെൽസ് ആണ് അവിടെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നത്. ഇനി നമ്മുടെ എന്താണ് പറയുന്നത്? ആസ്ട്രേ ടൈപ്പിൽ നമ്മൾ പറഞ്ഞു രണ്ടുപേരും ഒരേപോലെ അല്ലെ. ബേസൽ സെൽസ് ആയിക്കോട്ടെ ടെർമിനൽ സെൽസ് ആയിക്കോട്ടെ, രണ്ടും ഒരേ രീതിയിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഡെവലപ്മെന്റിന് സഹായിക്കുന്നത്. ഇനി നമ്മുടെ കാരിയോഫിലൈഡ് ടൈപ്പ് ഉണ്ട്. അപ്പൊ അവിടെ ഒരെണ്ണേ ഉള്ളല്ലേ. കാരിയോഫിലൈഡിൽ എന്ന് പറയുമ്പോൾ ബേസൽ സെൽസ് അവിടെ ഡിവൈഡ് ചെയ്യുന്നില്ല. അത് വലുതായിട്ട് ഒരു ഹോസ്റ്റോറിയം പോലെ അങ്ങ് ഫോം ചെയ്യും. ബേസൽ സെൽസ് ഡിവൈഡ് ചെയ്യുന്നില്ല. ഡിവൈഡ് ചെയ്തിട്ട് സസ്പെൻസർ ആവുന്നത് സൊളനാഡ് ടൈപ്പിലാണ്. തിരിഞ്ഞു പോവരുത്. അപ്പൊ ബേസൽ സെൽസ് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്തിട്ട് സസ്പെൻസർ ആവുന്നത് സൊളനാഡ് ടൈപ്പിലും, അതേപോലെ തന്നെ ബേസൽ സെൽസ് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യാതെ അത് വലുതായിട്ട് ഒരു ഹോസ്റ്റോറിയം ആയിട്ട് മാറുന്നതാണ് നമ്മുടെ ഏത് ടൈപ്പ് എന്ന് പറയുന്നത്? കാരിയോഫിലൈഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന പാറ്റേൺ റൈറ്റ് ട്രാക്കിലാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പേപ്പറും പെന്നും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ 4-5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതിൽ കറക്റ്റ് എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്.
വിച്ച് among the following is an example for economically important lichens? നമുക്ക് 3 ലൈക്കൻസുകൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഈ 3 ലൈക്കൻസ് ഉണ്ട് അല്ലെ, ഈ 3 ലൈക്കൻസിൽ ഏതാണ് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈക്കൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉം മാത്രമാണോ, 2ഉം 3ഉം ഉണ്ടോ, അല്ലെങ്കിൽ 1ഉം 3ഉം, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ലൈക്കൻസും എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആണോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഹരിപ്രിയ നമുക്ക് ആദ്യം തന്നെ ആൻസർ തന്നിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള 3 ലൈക്കൻസുകളും അല്ലെ, 3ഉം എന്താണ്, എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. സോ ലൈക്കൻസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫിംഗ് പറയാം. എല്ലാവർക്കും അറിയാം, ലൈക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെ, ഫംഗസും അതുപോലെ തന്നെ നമ്മുടെ ആൽഗെ അഥവാ സൈനോബാക്ടീരിയം അല്ലെങ്കിൽ സൈനോബാക്ടീരിയവുമായിട്ടുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. അവിടെയുള്ള ഫംഗസ് ആണ് മൈക്കോബയോണ്ട്. ഫംഗൽ പാർട്ട്ണറെ നമ്മൾ മൈക്കോബയോണ്ട് എന്ന് വിളിക്കും. അതേപോലെ തന്നെ ആൽഗൽ പാർട്ട്ണറെയാണ് നമ്മൾ ഫൈക്കോബയോണ്ട് എന്ന് വിളിക്കുന്നത്. ഫംഗസ് എന്ത് ചെയ്യുന്നു, നമുക്ക് പ്രൊട്ടക്ഷൻസും ന്യൂട്രീഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സമയത്ത് ആൽഗെ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്യും. സോ മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. അപ്പൊ മൈക്കോബയോണ്ട് അഥവാ ഫംഗസ് എന്ന് പറയുന്നത് നമ്മുടെ ആസ്കോമൈസീറ്റോ അല്ലെ ആസ്കോമൈക്കോട്ട ഫാമിലിയിൽപ്പെട്ട അല്ലെങ്കിൽ ആസ്കോമൈക്കോട്ടയിൽപ്പെട്ട ഫംഗസ് ആയിരിക്കും. വളരെ റെയർ ആയിട്ട് ബെസിഡിയോമൈക്കോട്ടയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫംഗസും വരും. ഇനി ഫൈക്കോബയോണ്ട് അഥവാ ആൽഗൽ പാർട്ട്ണർ എന്ന് പറയുന്നത് യൂഷ്വലി എന്തായിരിക്കും, ഗ്രീൻ ആൽഗെ തന്നെ ആയിരിക്കും. ഗ്രീൻ ആൽഗെ ക്ലോറോഫൈസിയ മെമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നോസ്റ്റോക്കോ അനബീനിയോ പോലെയുള്ള സയനോബാക്ടീരിയം ആയിരിക്കും. ഇനി ഈ ലൈക്കൻസിൽ നിന്ന് ചോദിക്കണം, ഞാൻ അതിന് ആൻസറിലേക്ക് വരാം. അതിന് മുമ്പ് ലൈക്കൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് കേട്ടോ. അപ്പൊ അതില് പല ടൈമിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു എന്താണ്, താലസിന്റെ ഫോം തന്നിട്ട് അതിന്റെ എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. സോ ക്രസ്റ്റോസ് എന്ന് പറയുന്നത് ക്രസ്റ്റ് ലൈക്ക് ആയിട്ടുള്ള ലൈക്കൻസ് ആണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഗ്രാഫിസ് തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. ഗ്രാഫിസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ലൈക്കൻസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഗ്രാഫിസ് എന്ന് പറയുന്നത് ക്രസ്റ്റോസ് ആണ്. എക്സാമ്പിൾ നോക്കിക്കോളൂ കേട്ടോ. താലസിന്റെ സ്ട്രക്ചർ, അതിന്റെ എക്സാമ്പിൾസ്. അതുപോലെ തന്നെ ഫോളിയോസ് എന്ന് പറയുന്നത് ലീഫ് പോലെയുള്ള ലൂസ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത്, ഫോളിയോസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പാമീലിയ എന്ന് പറയുന്നത്. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. ഗ്രാഫിസ് എന്ന് പറയുന്നത് ക്രസ്റ്റോസ് ആണ്, ക്രസ്റ്റോസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഫോളിയോസ് എന്ന് പറയുന്നത് പാമീലിയ ആണ് എക്സാമ്പിൾ. ഇനി ഫ്രൂട്ടിക്കോസ് ഉണ്ട്. ഫ്രൂട്ടിക്കോസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എന്താണ്, ഒരു ഷബി ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഫ്രൂട്ടിക്കോസ് എന്ന് പറയുന്നത്. ബ്രാഞ്ച്ഡ് ആയിരിക്കും. അതും അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ എസ്നിയ, അതുപോലെ തന്നെ ക്ലഡോണിയ. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇത് മസ്റ്റ് ആയിട്ട് നമ്മൾ ലൈക്കൻസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസിൽ ഒന്ന് അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇതിന്റെ എക്സാമ്പിൾസ് യൂഷ്വലി ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ലൈക്കൻസിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന 2 ക്വസ്റ്റ്യനുകൾ. അതുപോലെ തന്നെ റീപ്രൊഡക്ഷനും ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ സൊറീഡിയ, ഇസിഡിയ, ഇത് രണ്ടുമാണ് അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. സൊറിഡിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആൽഗൽ സെല്ലും കാണും, ഫംഗൽ ഹൈഫയും കാണും. ഇസിഡിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്മോൾ ഔട്ട് ഗ്രോത്ത് ഓഫ് ദി താലസ്. താലസിന്റെ വളരെ സ്മോൾ ആയിട്ടുള്ള ഔട്ട് ഗ്രോത്ത് ആണ്. അപ്പൊ ഇതും ചോദിക്കാറുണ്ട്. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫംഗൽ പാർട്ട്ണർ മാത്രമേ ചെയ്യാറുള്ളൂ. അതിപ്പം ആസ്കോമൈക്കോട്ടയിൽ വിഭാഗത്തിൽപ്പെട്ട ഫംഗസ് ആണെങ്കിൽ ആസ്കോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടും, ബെസിഡിയോമൈക്കോട്ട ആണെങ്കിൽ ബെസിഡിയോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുമാണ്. ഇനി ഇവിടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ. ഒരുപാട് ഫംഗസ് ഒരു ലൈക്കൻസുകൾ ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അവിടെ എയർ പൊല്യൂഷൻ കുറവാണ് എന്ന് മനസ്സിലാക്കാം. ബിക്കോസ് ഇതെന്താണ്, നമ്മുടെ സൾഫർ ഡയോക്സൈഡുമായിട്ട് വളരെയധികം സെൻസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൾഫർ ഡയോക്സൈഡ് ഒരുപാടുള്ള സ്ഥലത്ത് ഇവ വളരില്ല. അപ്പൊ സൾഫർ ഡയോക്സൈഡ് എന്താണ്, നമ്മുടെ എയർ പൊല്യൂഷന്റെ മെയിൻ കോൺട്രിബ്യൂട്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ധാരാളം ഈ ഒരു ഫംഗസ് അല്ല ലൈക്കൻസ് വളരുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, എയർ പൊല്യൂഷൻ കുറവാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സോയിൽ ഫോർമേഷൻസിന് സഹായിക്കുന്നുണ്ട് അല്ലെ. സക്സഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ സക്സഷന്റെ ടൈമില് ഫസ്റ്റ് ആയിട്ടുള്ള അല്ലെ പൈനീർ കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ലൈക്കൻസിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഡൈസ്
നമ്മുടെ ലിറ്റ്മസ് ഡൈ, റോസെല്ല എന്ന് പറയുന്ന ലൈക്കൺസിൽ നിന്നാണ് ലിറ്റ്മസ് ഡൈ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പെർഫ്യൂംസ് ആണ് നമ്മുടെ ഇവേർണിയ അതുപോലെ തന്നെ റാംലീനയിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെർഫ്യൂംസ് ആണ്. മെഡിസിനൽ യൂസ് ഉണ്ട് അല്ലെ. അസ്നിക് ആസിഡ്, നമ്മുടെ അസ്നയിൽ നിന്നുള്ള അസ്നിക് ആസിഡ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നു? ആന്റിബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ഫുഡായിട്ട് നമ്മൾ ക്ലഡോണിയ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം, ഇപ്പൊ നമുക്ക് ആദ്യം ആൻസർ തന്ന ഹരിപ്രിയയാണ്. ഹരിപ്രിയ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം എന്താണ്? എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈക്കൺസ് ആയിരുന്നു. ഇനി അത് കൂടാതെ ലൈക്കണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില സമയത്ത് ഹൈപ്പോത്തസിസുകൾ ചോദിക്കാറുണ്ട്. അതില് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ഡ്യുവൽ ഹൈപ്പോത്തസിസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടയാന്ന് ചോദിക്കും. ഇപ്പൊ ഡ്യുവൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് സൈമൺ പ്രപ്പോസ് ചെയ്തതാണ്. അതിൽ ഡ്യുവൽ ഹൈപ്പോത്തസിസ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ലൈക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സിംബയോസിസ് ആണ്, ഡ്യുവൽ അല്ലെ, അവിടെ ഒരു മ്യൂച്വലിസം ആണ് നടക്കുന്നത് എന്നത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു ഡ്യുവൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആൽഗൽ ഫംഗൽ സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ഇതെന്ന് പറഞ്ഞതാണ് ഡ്യുവൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ്, നമ്മുടെ ഈ റെയിൻഡിയർ മൂസ് ചോദിച്ചിട്ടുണ്ട്. ഈ റെയിൻഡിയർ മൂസ് എന്ന് പറയുന്നത് ഒരു മോസ് അല്ല, ശരിക്കും ഒരു മോസിനെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മുടെ ഫ്രൂട്ടിക്കോസ് ലൈക്കണിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് റെയിൻഡിയർ മോസ് ഏതാണെന്ന്. റെയിൻഡിയർ മോസ് ക്ലഡോണിയ ആണ്, അതൊരു മോസ് അല്ല, മറിച്ച് എന്താണ്? ലൈക്കൺസ് ആണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ലൈക്കൻസ് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പൊയിനീർ കമ്മ്യൂണിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ലൈക്കൻസും എന്താണ്, ഇവിടെ 3 ലൈക്കൻസിന്റെ പേരായിരുന്നു ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഈ 3 ലൈക്കൻസും ഒരേപോലെ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആണ്. ഹരിപ്രിയ പറഞ്ഞ ആൻസർ കറക്റ്റ് ആയിട്ടുള്ളതാണ്. സോ വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, identify the correct sequence of life cycle stages in the wheat rust fungus Puccinia graminis. അല്ലെ, അപ്പം പക്സീനിയയുടെ ഒരു ലൈഫ് സൈക്കിൾ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് വീറ്റ് റസ്റ്റ് ഫംഗസ് എന്നറിയപ്പെടുന്ന പക്സീനിയ. അപ്പൊ ഈ ഫംഗസിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 ഹോസ്റ്റ് ആവശ്യമായിട്ടുണ്ട് അല്ലെ. ഒന്ന് വീറ്റ്, അതുപോലെ തന്നെ ബാർബറി. ഈ 2 പ്ലാന്റുകൾ ആവശ്യമാണ്. അപ്പൊ ഇതിനകത്ത് ഓരോന്നിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പല തരത്തിലുള്ള സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഓർഡർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ സ്പോർസ് ആണ് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന്. അപ്പൊ ഇതിന്റെ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ, ഈ വീട്ടിൽ റസ്റ്റ് കോസ് ചെയ്യുന്ന ഫംഗസ് ആണ് ഏതെന്ന് പറയുന്നത് പക്സീനിയ. ഇതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ആദ്യം വീറ്റ് വേണം, പിന്നെ ബാർബറി പ്ലാന്റ് വേണം. അപ്പോൾ അതില് ഏതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ആൻസർ വന്നിട്ടുണ്ട്, സോറി, ആൻസർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം എന്ന് പറയുന്നത് എന്താണ്, വീറ്റില് കാണപ്പെടുന്ന ഫസ്റ്റ് ഇത് എന്ത് ചെയ്യും, വീറ്റില് റെഡ് കളറിലെ ഒരു സ്പോസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. അപ്പം ഇവയാണ് ഫസ്റ്റ് യൂറിഡിനോസ്പോസ് ആണ് ഇൻഫെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയാം. സോ കറക്റ്റ് സീക്വൻസിൽ ഫസ്റ്റ് വരുന്നതാണ് യൂറിഡിനോസ്പോർ എന്ന് പറയുന്നത്. യൂറിഡിനോസ്പോർ റെഡ് കളറിലാണ്, ഇവ വീറ്റിലാണ് ഫസ്റ്റ് ഇൻഫെക്ട് ചെയ്യുന്നത്. അതിനുശേഷം വീറ്റിന്റെ സീസൺ, ഒരു ഗ്രോയിങ് സീസൺ എൻഡിങ്ങിലേക്ക് എത്തുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു, ഒരു ബ്ലാക്ക് കളറിലുള്ള റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്പോർ ആയിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ ടിലിയോസ്പോർ. ഫസ്റ്റ് റെഡിൽ നിന്നും മോർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ സ്പോർ ആയിട്ടുള്ള ടിലിയോസ്പോസിലേക്ക് മാറുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, മണ്ണിലേക്ക് എത്തും അല്ലെ. നെക്സ്റ്റ് അതിന്റെ ആ ഒരു ഗ്രോയിങ് സീസൺ കഴിയുമ്പോൾ മണ്ണിലേക്ക് എത്തുന്ന സ്പോസ് ആണ് നമ്മുടെ ബസീഡിയോസ്പോസുകൾ എന്ന് പറയുന്നത്. ഈ ബസീഡിയോസ്പോസ് ആണ് അതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോസ്റ്റ് ആയിട്ടുള്ള ബാർബറിനെ ബാധിക്കുന്നത്. അതിനുശേഷം ബാർബറി ലീവ്സിന്റെ മുകൾ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന സ്പോസ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ആപിക്കിൻഡിയോസ്പോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ ഒരു ലൈഫ് സൈക്കിളിന്റെ സ്റ്റേജുകൾ എന്ന് പറയുന്നത്. അതായത് ഇതുപോലെ തന്നെ ഫംഗസിന്റെ ലൈഫ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പോളിപ്ലോയിഡ് എൻഡോസ്പേംസ് ക്യാൻ ബി ട്രേസ്ഡ് ഇൻ വിച്ച് ജിംനോസ്പേം? പോളിപ്ലോയിഡ് ആയിട്ടുള്ള എൻഡോസ്പേംസ് കാണുന്ന ജിംനോസ്പേംസ് ഏതാണ്? നീറ്റം, വെൽവിഷ്യ, എഫിഡ്ര, ഓൾ ഓഫ് ദി എബോവ്. ആൻസേഴ്സ് പറയാൻ പറ്റുന്നുണ്ടോ നോക്കാം കേട്ടോ. ഇത് അഗെയിൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
നമ്മുടെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ജിംനോസ്പേംസ് അല്ലെ. ഇപ്പൊ ജിംനോസ്പേംസിൽ സാധാരണയായിട്ട് ഈ ഒരു എൻഡോസ്പേം എങ്ങനെയാ ഉണ്ടാവുന്നത്? ഫെർട്ടിലൈസേഷന് മുമ്പാ ഉണ്ടാവുന്നത് അല്ലെ. ജിംനോസ്പേംസിൽ നമ്മുടെ ഈ ഒരു എൻഡോസ്പേംസ് ഫോം ചെയ്യുന്നത് ഫെർട്ടിലൈസേഷന് മുമ്പാ. അപ്പൊ അങ്ങനെ ഫെർട്ടിലൈസേഷന് മുമ്പ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല. അപ്പൊ ജിംനോസ്പേംസിന്റെ പ്ലോയിഡി, സോറി എൻഡോസ്പേമിന്റെ പ്ലോയിഡി എന്ന് പറയുന്നത് എൻ അഥവാ ഹാപ്ലോയിഡ് ആയിരിക്കും. എന്നാൽ ചില ജിംനോസ്പേംസിൽ എന്താണ്, ഇതിന് വിപരീതമായിട്ട് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, പോളിപ്ലോയിഡി കാണാനായിട്ട് സാധിക്കും. അതായത് 2n 3n 4n ആ ഒരു കണ്ടീഷൻസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നത് ആരിലൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ മെമ്പേഴ്സ് ഓഫ് അല്ലെ നീറ്റെയിൽസ് ഓർഡറിൽ വരുന്ന മെമ്പേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നീറ്റെയിൽസിൽ വരുന്ന ആൾക്കാരാണ് നീറ്റം, വെൽവിഷ്യ, അതുപോലെ തന്നെ എഫിഡ്ര. ഇവ മൂന്ന് പേരും എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ ജിംനോസ്പേംസിൽ നിന്നും എന്ത് ചെയ്യുന്നു, യുണീക്ക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു പോളിപ്ലോയിഡി എൻഡോസ്പേംസിനെ കാണിക്കാറുണ്ട്. സോ സാധാരണ ജിംനോസ്പേംസിൽ എല്ലാം എൻഡോസ്പേംസ് ഫോം ചെയ്യുന്ന എപ്പോഴാണ്, ഫെർട്ടിലൈസേഷന്റെ മുമ്പായിട്ടാണ്. എന്നാൽ നമ്മുടെ ഈ ഒരു നീറ്റെയിൽസ് ഓർഡറിൽ വരുന്ന ജിംനോസ്പേംസിൽ എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായിട്ട് പോളിപ്ലോയിഡ് ആയിട്ടുള്ള എൻഡോസ്പേംസ് ആണ് ഫോം ചെയ്യുന്നത്. ഈ മൂന്ന് പേരും ഏതാണ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നീറ്റെയിൽസ് ഓർഡറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവ മൂന്ന് പോളിപ്ലോയിഡ് എൻഡോസ്പേംസ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ കണക്റ്റഡ് വിത്ത് റൂട്ട് ട്യൂബേഴ്സ് വിത്ത് ദ പ്ലാന്റ് സ്പീഷീസ് ആസ് ആൻ എക്സാമ്പിൾ. റൂട്ട് ട്യൂബേഴ്സ് ആണ് പറയുന്നത്. റൂട്ട് ട്യൂബേഴ്സും അവയുടെ എക്സാമ്പിൾസും ഏത് പ്ലാന്റിലാണ് ആ ഒരു റൂട്ട് ട്യൂബർ കാണുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് എന്താണ് പറയേണ്ടത്, കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു പെയറേ ഉള്ളൂ. അത് ഏതെന്നാണ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത്. സോ ഫസ്റ്റ് നോക്കാം, ഫാസിക്കുലേറ്റഡ് ട്യൂബറസ് റൂട്ട് ആണ് അല്ലെ. അവിടെ എന്താണ്, വേരുകൾ അല്ലെങ്കിൽ റൂട്ട് ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അത് മെയിൻ ആയിട്ട് ഫാസിക്കുലേറ്റഡ് ട്യൂബറസ് റൂട്ട്സ് നമുക്ക് കാണുന്നത് ഏത് പ്ലാന്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാലിയ പ്ലാന്റിൽ. അപ്പൊ ഇവിടെ നമ്മുടെ തെറ്റായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആൻസർ മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ എന്തായാലും കറക്റ്റ് ആൻസർ അല്ല. ഇനി എന്താണ് നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, മൊണിലിഫോം റൂട്ട് ആണ്. അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്കറിയാം അല്ലെ, റൂട്ടിൽ ഇടവിട്ടായിട്ട് ബൾജിങ് ആണ്. ഇപ്പൊ ഒരു മാല എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ആ മാലയിൽ ഇങ്ങനെ മുത്ത് കോർത്തിട്ടിരിക്കുകയല്ലേ, അപ്പൊ ആ മുത്ത് കോർത്ത ഭാഗത്ത് ഒരു ബൾജിങ് കാണും അല്ലെ. അതേപോലെ ഇടവിട്ട ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ബൾജിങ് കാണുന്ന ടൈപ്പ് ഓഫ് റൂട്ട് ട്യൂബർ ആണ് എന്ത്, മൊണിലിഫോം അഡ്വെന്റീഷ്യസ് റൂട്ട് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് നമുക്ക് എന്താണ്, മൊമോഡിക്കയിലൊക്കെയാണ് അത് കാണുന്നത്, ഡാലിയയിലല്ല. ഡാലിയ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായാലും തെറ്റാണ്. ഡാലിയ കാണുന്നത് എവിടെയാണ്, നമ്മുടെ ഫാസിക്കുലേറ്റഡ് ട്യൂബറസ് റൂട്ടിലാണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്, തെറ്റായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണ്ടത് കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഏത് എന്നുള്ളതാണ്. സോ ആനുലേറ്റഡ് റൂട്ട് ഉണ്ട്. ആനുലേറ്റഡ് എന്ന് പറയുമ്പോൾ ഈ റൂട്ട്സിന്റെ മുകളിൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് എന്ത് ചെയ്യും, ചെറിയൊരു റിങ് പോലത്തെ സ്ട്രക്ചേഴ്സുകൾ കാണാനായിട്ട് സാധിക്കും. അത് കാണുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, സൈക്രോട്രിയിലാണ് കാണപ്പെടുന്നത്. സോ ഇത് കറക്റ്റ്ലി മാച്ച് ചെയ്തിട്ടുള്ള ഒരു പെയറാണ്. നൊഡ്യൂലസ് സ്റ്റോറേജ് റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, വേരിന്റെ ആ ഒരു ടിപ്പ് ഭാഗത്ത് മാത്രം എന്തായിരിക്കും, ബൾജിങ് അഥവാ വീർത്തിരിക്കുന്ന ടൈപ്പ് ഓഫ് റൂട്ടാണ് ഈ ഒരു നൊഡ്യൂലർ സ്റ്റോറേജ് റൂട്ട് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് നമുക്ക് കാണപ്പെടുന്നത് ഈ ഒരു എന്താണ്, ടിനോസ്പോറയിൽ അല്ല. ടിനോസ്പോറയിൽ കാണപ്പെടുന്നത് ഏത് റൂട്ടാണ്, അതായത് എന്താ, ടിപ്പിൽ മാത്രമല്ല ഫോം റൂട്ടാണ് ടിനോസ്പോറയിൽ ഉള്ളത്. സോ ഇത് നൊഡുലസ് സ്റ്റോറേജ് റൂട്ടും തെറ്റാണ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത് ആകെ എന്താണ്, ഒരൊറ്റ പേരേ ഉള്ളൂ, അത് സി ആണ്. അപ്പൊ ഇതുപോലെ തന്നെ റൂട്ടുകൾ, ഇതിങ്ങനെ എക്സാമ്പിൾസ് മെയിൻ ആയിട്ട് റൂട്ട് ട്യൂബേഴ്സ്, അവയുടെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അല്ലെ, സയന്റിഫിക് നെയിമുകൾ ഒന്ന്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റുകളുടെ സയന്റിഫിക് നെയിം ഒന്ന് നോക്കിക്കൊള്ളുക എന്നുള്ളത്. ദ ബൈനോമിയൽ ഓഫ് റെഡ് സാൻഡൽ വുഡ് എൻഡമിക് ടു സൗത്തേൺ ഈസ്റ്റേൺ ഗട്ട് മൗണ്ടൻ റേഞ്ച് ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന എൻഡമിക് ആയിട്ടുള്ള നമ്മുടെ റെഡ് സാൻഡൽ വുഡിന്റെ ബൈനോമിയൽ നെയിം ആണ് ചോദിച്ചിട്ടുള്ളത്. റെഡ് സാൻഡൽ വുഡിന്റെ ബൈനോമിയൽ നെയിം പറയാൻ പറ്റുന്നുണ്ടോ? വളരെ സിമ്പിൾ ആണ്. 4 ഓപ്ഷൻ ഉണ്ട്.
അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പെറ്ററോകാർപ്പസ് ആണ് അല്ലെ. സയന്റിഫിക് നെയിം ഓഫ് റെഡ് സാൻഡൽ വുഡ് എന്ന് പറയുന്നത് പെറ്ററോകാർപ്പസ് ആണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള അല്ലെ സൗത്തേൺ ഈസ്റ്റേൺ ഗട്ട്സ് മാത്രം കാണപ്പെടുന്ന എൻഡമിക് ആയിട്ടുള്ള ഇതാണ് ഈ റെഡ് സാൻഡൽ വുഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് പെറ്ററോകാർപ്പസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്തനോബോട്ടണിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Can tribes give valuable information about medicinal plants and their ethnic uses? അല്ലെ, ഞാൻ ആദ്യം ക്ലാസ്സിന്റെ തുടക്കത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ഈ ട്രൈബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട് എന്ന്. അപ്പൊ അതിൽ തന്നെ ഈ ഒരു കാനി ട്രൈബ്സ് എന്ന് പറയുന്ന ഇവര് എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളം മെഡിസിനൽ പ്ലാന്റുകളെ കുറിച്ചിട്ടും അവയുടെ യൂസുകളെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ തന്നിട്ടുണ്ട്. അപ്പം ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള അല്ലെ വിച്ച് അമോങ് ദി ഫോളോയിങ് പ്ലാന്റ്സ് ആർ ദി എക്സാമ്പിൾ? അപ്പം അവര് ഈ കെനി ട്രൈബ്സ് പറഞ്ഞിട്ടുള്ള മെഡിസിനലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സെറോപീജിയ ആണോ, ആൻഡ്രോഗ്രാഫിസ് ആണോ, അതോ ചെസാലിയ ആണോ? ഇതിൽ ഏതാണ് ആ ഒരു കാനി ട്രൈബ്സ് പറഞ്ഞിട്ടുള്ളതിൽ എന്താണ് ഏറ്റവും കൂടുതൽ മെഡിസിനലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് 2 എന്നത് നമ്മുടെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. 2 ഓക്കെ 2 ആൻഡ്രോഗ്രാഫിസ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ 2 and 3, 1 and 3, 1 and 2, 1, 2, 3 മൂന്നും ഇമ്പോർട്ടന്റ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അപ്പൊ നമുക്ക് ആദ്യം കാനി ട്രൈബ്സിനെ കുറിച്ച് ഒന്ന് നോക്കാം അല്ലെ. കാനി ട്രൈബ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കേരളത്തിലെ അഗസ്ത്യ മലനിരകളിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? എത്തനോബോട്ടണിയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു കാനി ട്രൈബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് അഗസ്ത്യ മലനിരകളിൽ വസിക്കുന്ന ഒരു ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഈ ഒരു 3 പ്ലാന്റുകൾ ഉണ്ടല്ലേ. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സെറോപീജിയ ഉണ്ട്. ഇവയുടെ ട്യൂബേഴ്സുകൾ അല്ലെ, ഇവയുടെ ഈ സെറോപീജിയുടെ ട്യൂബറുകൾ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? മെഡിസിൻ ആയിട്ട്, അതുപോലെ തന്നെ ഫുഡായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇതിന് മെഡിസിനൽ ഇമ്പോർട്ടന്റ് ഉണ്ട്. ആൻഡ്രോഗ്രാഫിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. പനി പോലെ, അതുപോലെ തന്നെ കരൾ വീക്ക് അല്ലെ, കരൾ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസുകൾക്കും പനിക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്, ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ആൻഡ്രോഗ്രാഫിസ് പാനിക്കുലേറ്റ എന്ന് പറയുന്നത്. ജസേലിയ എടുക്കുകയാണെങ്കിൽ സ്നേക്ക് ബൈറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിൽ നമുക്കൊരു കൺഫ്യൂസിങ് ഫാക്ട് തോന്നാം. മെയിൻ ആയിട്ട് ആൻഡ്രോഗ്രാഫിസ് ഇസ് റൈറ്റ്, കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളതും അവർ യൂസ് ചെയ്തിട്ടുള്ളതും ആൻഡ്രോഗ്രാഫിസ് ആണ്. പക്ഷെ ഈ 2 പ്ലാന്റുകളെ കുറിച്ചിട്ടും അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതില് ആൻസർ ആയിട്ട് അല്ലെ മെയിൻ ആയിട്ട് നമുക്ക് 1ഉം 2ഉം 3ഉം നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. 1 and 2 ആണ് എങ്കിലും ഓക്കെയാണ്. പക്ഷെ 1ഉം 2ഉം 3ഉം എന്ത് ചെയ്യുന്നുണ്ട്? മെഡിസിനലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. ഇനി ഈ കനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എഗെയിൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ട്രൈക്കോപ്പസ് അഥവാ ആരോഗ്യപ്പച്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതും ഒന്ന് നോക്കിക്കോളുക. ആരോഗ്യപ്പച്ച അഥവാ ട്രൈക്കോപ്പസ്, അതിൽ നിന്നാണ് ജീവനി മെഡിസിൻ അല്ലെ വികസിപ്പിച്ചെടുത്തത്. അപ്പം അത് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ 2 രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് സൈലാനിക്കസ്, ട്രൈക്കോപ്പസ്, അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ജീവനി ഏത് പ്ലാന്റിൽ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ട്രൈബ്സ് ആണ് ഇത് വികസിപ്പിച്ചെടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവര് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഏത് എന്നും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ആൻസർ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഹരിപ്രിയ ആയിരുന്നു. കറക്റ്റ് തന്നെയാണ് കേട്ടോ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റുമിനേറ്റ് എൻഡോസ്പേം ഈസ് സീൻ ഇൻ. റുമിനേറ്റ് എൻഡോസ്പേംസ് എവിടെ, ഏത് പ്ലാന്റ്സിലാണ് കാണുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പം സാധാരണ നമ്മുടെ റുമിനേറ്റ് എൻഡോസ്പേംസിന്റെ വ്യത്യാസം എന്താ? ഓക്കെ എ പറഞ്ഞു. റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ഹരിപ്രിയ. കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. നമ്മുടെ അരക്കെ ഫാമിലീസ് അല്ലെങ്കിൽ അരക്കെ സ്പീഷീസുകളിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? റുമിനേറ്റ് എൻഡോസ്പേംസുകൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ സാധാരണ സീഡ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ എൻഡോസ്പേം സർഫസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വളരെ സോഫ്റ്റ് അല്ലെങ്കിൽ ഒരു മിനുസമുള്ളതായിരിക്കും. അപ്പൊ എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? വളരെ ഒരു ചുളിവോട് കൂടിയിട്ടുള്ള ഒരു സ്ട്രക്ചറിലായിരിക്കും എൻഡോസ്പേംസ് കാണുന്നത്. അത് മെയിൻ ആയിട്ട് നമ്മുടെ അനോണേസിയെ, മിസ്റ്റിക്കേസിയെ ഫാമിലീസിലൊക്കെ കാണാം. അപ്പൊ ഈ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത് അല്ലെ. ഇപ്പൊ റുമിനേറ്റ് എൻഡോസ്പേം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്തൊരു ടൈപ്പ് ഓഫ് എൻഡോസ്പേം ആണ്?
എൻഡോസ്പേംസ് എന്താണെന്ന് അറിയാലോ അല്ലെ, നമ്മൾ ഡെവലപ്പിംഗ് എംബ്രിയോസിന് നറിഷ്മെന്റ് കൊടുക്കുന്നതാണ്. ഇതൊരു ഫോൾഡഡ്, അതായത് ഒരു കൺവലേറ്റഡ്, ഞാൻ പറഞ്ഞല്ലോ ഒരു ചുളുങ്ങിയ ഒരു അപ്പിയറൻസിൽ, അതായത് റുമിനേറ്റ് എന്നുള്ള പേര് വരാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ അയവെട്ടുന്ന ആനിമൽസ് ഉള്ള കൗ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവയുടെ സ്റ്റൊമക്കിന്റെ ആ ഒരു സ്ട്രക്ചറിൽ ചുളുങ്ങിയ ഒരു രീതിയിലായിരിക്കും ഈ എൻഡോസ്പേംസിന്റെ സർഫസ് കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് അവയെ റുമിനേറ്റ് എൻഡോസ്പേം എന്ന് വിളിക്കുന്നത്. അത് മെയിൻ ആയിട്ട് നമ്മുടെ ഏതായിരിക്കും, മോസ്റ്റ് ഓഫ് ദ അരക്ക പാം പ്ലാന്റുകളിലാണ് ഇങ്ങനത്തെ ഒരു റുമിനേറ്റ് എൻഡോസ്പേം കാണുന്നത്. അപ്പം അരിപ്രിയ പറഞ്ഞതുപോലെ തന്നെ എ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. വെരി ഗുഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following is or are the members of the family Annonaceae? അന്നോണേസിയൻ ഫാമിലിയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ആൻസേഴ്സ് സുഹൃത്ത് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതേഴ്സ് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സോ എ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്, സുഹൃത്ത് കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം അല്ലേ, ഇതുപോലെ തന്നെ ഇതിപ്പോ നമ്മൾ അന്നോണേസി, ഇത് ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓരോ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ഇപ്പൊ ഇവിടെ അന്നോണേസി ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നെക്സ്റ്റില് മക്നോളേസിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫാമിലി ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതായിരുന്നു, നമ്മുടെ അന്നോണേസിയൻ ഫാമിലിയിൽ പെട്ടിട്ടുള്ള പ്ലാന്റ് മെമ്പർ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പൊളിയാത്തിയ ലോഞ്ചിഫോളിയ ആണ്, അതൊരു ട്രീ സ്പീഷീസ് ആണ്, അന്നോണേസിയ ഫാമിലിയിലാണ്. ബാക്കി പറഞ്ഞിട്ടുള്ള എന്താണ് നമ്മുടെ ഒരാള് മക്നോളിയസിയൻ ഫാമിലിയിലും ഒന്ന് മിസ്റ്റിക്കേസിയ ഫാമിലിയിൽ വരുന്ന മെമ്പേഴ്സ് ആണ്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന് ആൻസർ എ ആണ്, ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, റൈറ്റ് ആയിട്ടാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് പിക്ലോറാം? എന്താണ് പിക്ലോറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിന്തറ്റിക് ഓക്സിൻ ആണോ, അല്ലെങ്കിൽ ഒരു ഫ്ലവറിന്റെ ഇനിഷ്യേറ്റർ ആണോ, അല്ലെങ്കിൽ സീഡോമൻസിയെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു ആന്റി ട്രാൻസ്പെറന്റ് ആണോ? എന്താണ് പിക്ലോറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എനിവൺ ആൻസേഴ്സ് പറയാനായിട്ടൊന്ന് ശ്രമിക്കുക. എന്താണ്? ബി, ഫ്ലവർ ഇനിഷ്യേറ്റർ എന്ന് പറയുന്നു. നമുക്ക് നോക്കാം. ഈ പിക്ലോറാം എന്ന് പറയുന്നത് ഒരു മാൻ മെയ്ഡ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ്. അത് മെയിൻ ആയിട്ടും എന്തിനെയാണ് മിമിക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ എഫക്റ്റിനെയാണ് മിമിക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ പ്ലാന്റ് ഹോർമോൺ ആയിട്ടുള്ള ഓക്സിൻ ഉണ്ട്. ഈ ഓക്സിൻ എന്താണോ ചെയ്യുന്നത്, ആ ഓക്സിന്റെ എഫക്റ്റിനെ മിമിക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മാൻ മെയ്ഡ് ആയിട്ടുള്ള ഹോർമോണുകളാണ് പിക്ലോറാം എന്ന് പറയുന്നത്. അപ്പം ഓക്സിൻ മെയിൻ ആയിട്ട് എന്താണ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഗ്രോത്ത്, അതുപോലെ തന്നെ എന്താണ് മെയിൻ ആയിട്ട് സെല്ലിന്റെ ഡിവിഷൻസും മറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം ഈ ഹോർമോൺ എന്ത് ചെയ്യുന്നു, ഇപ്പൊ പിക്ലോറാം എന്ന് പറയുന്നത് മാൻമെയ്ഡ് ഹോർമോൺ ആണ്, ദാറ്റ് മിമിക്സ് ദ നാച്ചുറൽ പ്ലാന്റ് ഹോർമോൺ ഓക്സിൻ, കോസിംഗ് അൺകൺട്രോൾഡ് സെൽ ഗ്രോത്ത് ആൻഡ് അൾട്ടിമേറ്റ്ലി കില്ലിംഗ് ദ പ്ലാന്റ്, മേക്കിംഗ് ഇറ്റ് ക്ലാസിഫൈഡ് ആസ് എ സിന്തറ്റിക് ഓക്സിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഏത് കാറ്റഗറിയിലാണ് വിടുന്നത്, ഓക്സിന്റെ എഫക്റ്റിനെ മിമിക് ചെയ്യുന്ന മാൻമെയ്ഡ്, അപ്പം നാച്ചുറൽ അല്ല മാൻമെയ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ സിന്തറ്റിക് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിന്തറ്റിക് ആണ്, മാൻമെയ്ഡ് ആയതുകൊണ്ട് എന്തിനെയാണ് മിമിക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓക്സിന്റെ എഫക്റ്റിനെയാണ് മിമിക് ചെയ്യുന്നത്. സോ സിന്തറ്റിക് ഓക്സിൻ ആണ് പിക്ലോറാം എന്ന് പറയുന്നത്. ബാക്കി ഓപ്ഷൻസ് റോങ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻസിലും എന്തായിരിക്കും 3 കാറ്റഗറി കാണും അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളത് കാണും, മീഡിയം കാണും, അതുപോലെ തന്നെ ഹൈ ലെവലും കാണും. അപ്പൊ ഈ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, ഐഡന്റിഫൈ ദ ഹോർമോൺ ദാറ്റ് ക്യാൻ ഇൻഡ്യൂസ് സെനിസൻസ് ഇൻ പ്ലാന്റ്സ് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിയാം, അതായത് പ്ലാന്റ് സ്ട്രെസ് ഹോർമോൺസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ആബ്സിസിക് ആസിഡ് ഉണ്ട്. ഈ ഒരു ആബ്സിസിക് ആസിഡ് എന്തിന് സഹായിക്കുന്നുണ്ട്, നമുക്ക് സെനിസൻസ് ഇൻഡ്യൂസ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ സൈറ്റോകൈൻ എന്ന് പറയുന്നത് സെൽ ഡിവിഷനുമായിട്ട് പ്ലാന്റ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ആണ്. അവിടെ എന്താണ്, സൈറ്റോകൈനെ എന്ന് പറയുന്നത് പ്ലാന്റ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതൊരിക്കലും സെനിസൻസുമായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ സെനിസൻസിനെ പ്രിവെന്റ് ചെയ്യുകയാണ് സൈറ്റോകൈൻ ചെയ്യുന്നത്. പിന്നെ എത്തിലീൻ ഉണ്ട്. എത്തിലീൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എന്താണ്, ഗേഷ്യസ് ഹോർമോൺ ആണ്. അതൊരു തരത്തില് നമുക്ക് സെനിസൻസ്
ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് എന്താണ്, പഴങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പാകമാകാനും പൂക്കളും ഇലകളും ഒക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനും ഒക്കെ എഥിലീൻ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി അബ്സിസിക് ആസിഡ്, ബട്ട് എഥിലീനും എന്ത് ചെയ്യുന്നു, നമ്മൾ ഓപ്ഷൻസ് നോക്കിയ ശേഷം മാത്രമേ ഒരു ആൻസേഴ്സിലേക്ക് പോവാൻ പാടുള്ളൂ. പിന്നുള്ളത് സാലിസൈക്ലിക് ആസിഡ്സ് ആണ്. അതിന് മെയിൻ ആയിട്ട് നമുക്ക് ഡിഫോൺസ് മെക്കാനിസവുമായിട്ടാണ് ബന്ധം വരുന്നത്. നമ്മുടെ ഓപ്ഷൻസ് ഇതാണ്: 2 and 3, 1 and 2, 1, 2, 3, 2 and 4, 2, 3, 4 എന്നുള്ളതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം 2ഉം 3യും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അബ്സിസിക് ആസിഡും എഥിലീനും എന്ത് ചെയ്യുന്നുണ്ട്, സെനിസെൻസിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. സൈറ്റോകൈൻ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. സാലിസിലിക് ആസിഡിന് സെനിസെൻസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. നമ്മുടെ പ്ലാന്റ്സ് ബോഡിയിലേക്ക് ബാക്ടീരിയ, വൈറസ് അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ എൻട്രി ചെയ്യുകയാണ് എങ്കിൽ അവയെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ടാണ് സഹായിക്കുന്നത്. പക്ഷെ വളരെ റെയർ ആയിട്ട് ഇല കൊഴിയാനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്രൈമറി റെസ്പോൺസ് ഇല്ല, സെക്കൻഡറി രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇല കൊഴിയാനായിട്ട് ഇതും സഹായിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഇവിടെ അബ്സിസിക് ആസിഡും എഥിലീനും ഉള്ള സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓപ്ഷൻസ് 2 and 3 എന്നുള്ള രീതിക്ക് പോകാനായിട്ട് സാധിക്കും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ തമ്പ് വരാം കേട്ടോ, നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ ആണോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണെങ്കിൽ പറയാം കേട്ടോ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഹരിപ്രിയ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഹരിപ്രിയ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നമുക്ക് ടെസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് സയന്റിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. സോ സ്റ്റുഡന്റ് ടി ടെസ്റ്റ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് ആര് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. WS ഗോസെറ്റ്, പിയർ സൈമൺ ലാപ്പീസ്, കോൾ പിയേഴ്സൺ, SM പോയിസൺ, ഇവരിൽ ആരാണ് സ്റ്റുഡന്റ് ടി ടെസ്റ്റ് ഫോർമുലേറ്റ് ചെയ്തത്? സയന്റിസ്റ്റുകളുടെ പേര്. എപ്പോഴും നമ്മുടെ ഈ ഒരു ബയോസ്റ്റാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ സയന്റിസ്റ്റുകളുടെ പേര് നോക്കുക. അപ്പം നമുക്ക് ഹരിപ്രിയ കോൾ പിയേഴ്സൺ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഹരിപ്രിയ. ബാക്കി എല്ലാവർക്കും ആൻസർ പറയാട്ടോ. ആരെങ്കിലും ആൻസേഴ്സ് പറയുന്നുണ്ടെങ്കിൽ പറയാം. ഹരിപ്രിയോട് ഒത്തു പോകുന്നുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടാണോ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. ഇനി അത് ആൻസേഴ്സ് വേറെ ഏതെങ്കിലും സയന്റിസ്റ്റുകളെ പറയാനായിട്ട് തോന്നുന്നുണ്ട്? നമുക്ക് വേറെയും കുറേ അധികം ആൻസേഴ്സ് ഉണ്ട്. എന്തായാലും ഒരാൾ മാത്രം ആൻസർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കോൾ പിയേഴ്സൺ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. അദ്ദേഹം എന്താ കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് കോറിലേഷൻ കോയഫിഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്തെന്ന് പറയുന്നത്, കോൾ പിയേഴ്സൺ എന്ന് പറയുന്നത്. കോറിലേഷൻ കോയഫിഷ്യന്റ് ആണ് അദ്ദേഹം മെയിൻ ആയിട്ടും എന്ത് ചെയ്തത്, കണ്ടെത്തിയിട്ട് ഉള്ളത്, അല്ലെങ്കിൽ അതാണ് അദ്ദേഹം വികസിപ്പിച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഓപ്ഷൻ സി എന്ന് പറയുന്നത് റോങ് ആണ്. തിരിഞ്ഞു പോരുത് കേട്ടോ, കോയഫിഷ്യന്റ് ആണ്, കോറിലേഷൻ കോയഫിഷ്യന്റ് ആണ് കോൾ പിയേഴ്സൺ എന്ന് പറയുന്നത്. സ്റ്റുഡന്റ് ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് ഗ്രൂപ്പുകളുടെ മീനുകൾ കമ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്സിൽ രണ്ട് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളുടെ മീനുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റുഡന്റ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കണ്ടെത്തിയത് നമ്മുടെ ഗോസെറ്റ് ആണ്. ഓർത്തിരുന്നാൽ മതി. സ്റ്റുഡൻസ് എവിടെ പോകും, സ്കൂളിൽ പോകും അല്ലെ. ഗോസെറ്റ്, സ്റ്റുഡൻസ് സ്കൂളിൽ സെറ്റ് ആയിട്ട് പോകും എന്നുള്ളൊരു കോഡ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരിക്കലും മറക്കത്തില്ല. സ്റ്റുഡൻസ് ഗോ സെറ്റ് ആയിട്ട് സ്കൂളിലേക്കാണ് പോകുന്നത്. സോ ഇത് കണ്ടെത്തിയത് ആരാണ്? ഗോ സെറ്റ് ആണ് സ്റ്റുഡന്റ് ടി ടെസ്റ്റ് കണ്ടെത്തിയത്. അപ്പൊ ആ ഒരു കോഡ് ഉപയോഗിച്ചു കഴിഞ്ഞാല് നമുക്ക് അത് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു കോഡ് ഉണ്ടെങ്കിൽ ഇനി ആരും സ്റ്റുഡന്റ് ടി ടെസ്റ്റ് മറന്നു പോവില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ്, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് phytogeographical region of India is characterized by the presence of Dipterocarpus and Artocarpus species?
ഡിപ്റ്റീരിയോ കാർപ്പസും ആർട്ടോകാർപ്പസും കാണപ്പെടുന്ന ഫൈറ്റോ ജിയോഗ്രഫിക്കൽ റീജിയൻ ഏത് എന്നുള്ളതാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഹിമാലയ, ഗാംഗറ്റിക് പ്ലെയിൻസ്, ആർട്ടോകാർപ്പസും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നത് പറ്റുന്നല്ലേ. സോ കേരളം ഉൾപ്പെടുന്ന പ്രദേശം, ധാരാളം മഴ ലഭിക്കുന്ന, ധാരാളം വലിയ മരങ്ങൾ ഉള്ള പ്രദേശം, അത് കറക്റ്റ് ആണ് ഹരിപ്രിയ. മലബാർ കോസ്റ്റ്, വെസ്റ്റേൺ റീജിയൻ, രണ്ട് രീതി കൺഫ്യൂസിങ് ആവാതിരിക്കാൻ വേണ്ടി, എക്സാമിന് നമ്മളെ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി ആ ഒരു രീതിയിൽ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ മലബാർ കോസ്റ്റ് അഥവാ വെസ്റ്റേൺ ഗട്ട് റീജിയനുകളിലാണ് എന്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഈ ഒരു ഡിപ്റ്റീരിയോ കാർപ്പസിനെയും ആർട്ടോകാർപ്പസിനെയും കാണാനായിട്ട് സാധിക്കും. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഡിയോ ഐസോടോപ്പ് യൂസ്ഡ് ടു സ്റ്റഡി റേറ്റ് ഓഫ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ സ്റ്റഡി ചെയ്യുവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റേഡിയോ ഐസോടോപ്പ് ഏത് എന്നാണ്. P32, S35, H3, I131. ഏത് ഐസോടോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് സെൽ ഡിവിഷൻ സ്റ്റഡി ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? അതായത് നമ്മുടെ സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഫോസ്ഫറസ് 32 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ DNA RNAയുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ട്രാക്കിംഗ് ഇറ്റ്സ് പ്രസൻസ് ഇൻ ദ സെൽസ് ക്യാൻ ഡിറ്റർമൈൻ ഹൗ ആക്റ്റീവ്ലി സെൽ ആർ ഡിവൈഡിങ് അല്ലെ. അപ്പൊ നമ്മുടെ സെൽസിനുള്ളിലുള്ള ഈ ഒരു DNA-യും RNA-യുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത് ഫോസ്ഫറസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താണ് ഫോസ്ഫറസ് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന, ഈ DNA-യും RNA-യും ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്ര ഇതിലായിട്ടാണ് സെൽസ് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത് എന്ന്. അപ്പം സെൽസിനുള്ളിലുള്ള DNA-യും RNA-യുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത് ഫോസ്ഫറസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫോസ്ഫറസ് 32 യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് സ്റ്റഡി ചെയ്യുന്നത്, സെൽ ഡിവിഷന്റെ റേറ്റ് സ്റ്റഡി ചെയ്യുന്നത്. അതുപോലെ തന്നെ സൾഫർ എന്ന് പറയുന്നത് പ്രോട്ടീനുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ സിന്തസിസ് സ്റ്റഡി ചെയ്യാനായിട്ടാണ് നമ്മൾ സൾഫർ യൂസ് ചെയ്യുന്നത്. അപ്പൊ സെൽ ഡിവിഷന്റെ സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോസ്ഫറസ് 32 എന്നുള്ളതാണ്. നെക്സ്റ്റ്, ക്ലാഡോസൈഫോണിക് സൈഫ്നോ സ്റ്റീൽ ഈസ് സീൻ. ഇതും ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്റ്റീലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. സ്റ്റീലും അവയുടെ എക്സാമ്പിൾസ് കുറേ ടൈപ്പുകൾ ഉണ്ടല്ലോ, അപ്പൊ അവ കൃത്യമായിട്ട് പഠിക്കുക. അപ്പം അതില് ക്ലാഡോസൈഫോണിക് സൈഫ്നോ സ്റ്റീൽ സീനിൽ ഏത് പ്ലാന്റ്സിലാണ്? സെലാജിനല, കാമുണ്ട, മെർസീലിയ, ടെറിഡിയം. ഇവിടെ എവിടെയാണ് നമ്മുടെ ക്ലാഡോസൈഫോണിക് സൈഫ്നോ സ്റ്റീൽ കാണാൻ സാധിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസേഴ്സ് പറയാൻ പറ്റുമോ നോക്കുക. സൈഫ്നോ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്റ്റീൽ സെൻട്രൽ വാസ്കുലർ സിലിണ്ടർ ഇൻ പ്ലാന്റ് സ്റ്റെം ആൻഡ് റൂട്ട് ക്യാരക്ടറൈസ്ഡ് ബൈ സെൻട്രൽ പിത്ത്. അപ്പൊ അതായത് ഇതിന്റെ ഒരു സൈഫ്നോ സ്റ്റീലിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെൻട്രൽ പിത്ത് കാണും. അതായത് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും റിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും, സെൻട്രൽ പിത്ത് കാണാനായിട്ട് പറ്റും. അതായത് നമ്മുടെ പ്രോട്ടോ സ്റ്റീൽ, പ്രിമിറ്റീവ് സ്റ്റീൽ ആയിട്ടുള്ള പ്രോട്ടോ സ്റ്റീലില് പിത്തില്ല. അപ്പൊ പിത്തില്ലാത്ത സ്റ്റീലാണ് പ്രോട്ടോ സ്റ്റീല്. പിത്തുള്ള നമ്മുടെ സ്റ്റീലുകളാണ് സൈഫ്നോ സ്റ്റീൽ എന്ന് പറയുന്നത്. ഈ സൈഫ്നോ സ്റ്റീലിനെ നമുക്ക് ഫർദർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എക്ടോഫ്ലോയിക്കും അതുപോലെ തന്നെ ആംഫിഫ്ലോയിക്കും. എക്ടോഫ്ലോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോയം ഓൺ ദി ഔട്ട്സൈഡ് ഓഫ്, ഇത് സൈലമാണെങ്കിൽ സൈലത്തിന്റെ പുറം ഭാഗത്ത് മാത്രമായിരിക്കും ആരെ കാണുന്നത്, ഫ്ലോയത്തെ കാണുന്നത്. എന്നാൽ ആംഫിഫ്ലോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോയം ഓൺ ബോത്ത് സൈഡ് ഓഫ് സൈലം, സൈലത്തിന്റെ ആദ്യം ഒരു ഫ്ലോയം, ഔട്ട്സൈഡിലും പിന്നെ സൈലം, പിന്നെയും എന്ത് നമ്മുടെ ഫ്ലോയം. അങ്ങനെ രണ്ട് സൈഡിലും നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും, ഫ്ലോയത്തിനെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ സൈഫ്നോ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പിത്ത് പ്രസന്റ് ആയിട്ടുള്ള സ്റ്റീലാണ് സൈഫ്നോ സ്റ്റീൽ. സൈഫ്നോ സ്റ്റീലിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, എക്ടോഫ്ലോയിക് സ്റ്റീലും അതുപോലെ തന്നെ ആംഫിഫ്ലോയിക് സ്റ്റീലും എന്ന് പറയാം. അതിൽ എക്ടോഫ്ലോയിക് സ്റ്റീൽ എന്ന് പറയുമ്പം ഫ്ലോയം എന്താണ്, ഔട്ട്സൈഡ് സൈലത്തിന്റെ പുറത്തായിട്ടാണ് ഫ്ലോയം കാണുന്നത്. ആംഫിഫ്ലോയിക്കില് ബോത്ത് ഇന്നർ ആൻഡ് ഔട്ടർ സൈഡിലായിട്ട് നമുക്ക് ഫ്ലോയം കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് ക്ലാഡോസൈഫോണിക് സൈഫ്നോ സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു അടുത്തൊരു ടൈപ്പാണ്. അതിൽ എന്തായിരിക്കും, ലീഫ് ഗ്യാപ്പ് കാണുകയില്ല. അതായത് സൈഫ്നോ സ്റ്റീലിൽ എടുക്കുമ്പോൾ അതിൽ എന്തില്ല, ലീഫ് ഗ്യാപ്പ് ഇല്ല എങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലാഡോസൈഫോണിക് സൈഫ്നോ സ്റ്റീൽ എന്ന് പറയുന്നത്. എക്സാമ്പിള്
സെലാജിനലയാണ്. ഇനി മാർസീലിയ എടുക്കുകയാണെങ്കിൽ മാർസീലിയയിൽ കാണപ്പെടുന്നത് ആംഫിഫ്ലോയിക് സൈഫ്നോസ്റ്റീല. അതായത് എന്താണ്, നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ സൈലത്തിന്റെ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് ആരെ കാണാൻ പറ്റും? ഫ്ലോയത്തിനെ കാണാൻ പറ്റും. ഇനി ടെറിഡിയം ആണ് എങ്കിൽ ടെറിഡിയത്തിൽ എന്താണ്, പല തരത്തിലുള്ള സൈഫ്നോസ്റ്റീലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞിട്ടുള്ളതിൽ ലീഫ് ഗ്യാപ്പ് ഇല്ലാത്ത ക്ലാഡോസൈഫോണിക് പിത്തുള്ള സ്റ്റീൽ എന്ന് പറയുന്നത് സെലാജിനലയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്രോസോത്തിക്ക ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദി മൈക്രോസ്പൊറാഞ്ചിയ ബിയറിംഗ് മെമ്പേഴ്സ് ഓഫ്. ക്രോസോത്തിക്ക ഏത് മെമ്പേഴ്സിലാണ് കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബെനറ്റിറ്റീൽസ്, ലൈജിനോറ്റെറിയ, വില്യംസ് അല്ലെ, വില്യംസോണിയ. അതുപോലെ ഇതിനകത്ത് ഏത് മെമ്പേഴ്സിലാണ് ക്രോസോത്തിക്ക കാണാനായിട്ട് പറ്റുന്നത്? അപ്പൊ ക്രോസോത്തിക്ക എന്താണെന്ന് ആദ്യം അനലൈസ് ചെയ്യണം അല്ലെ. ആൻസേഴ്സ് അറിയാവുന്നവര് കമന്റ് ചെയ്തോട്ടോ, ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നവരുടെ പേര് മെൻഷൻ ചെയ്ത് പൊക്കോളാം. സോ ക്രോസോത്തിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ആൻഷ്യന്റ് ആയിട്ടുള്ള സീഡ് ഫേണിലെ, സീഡ് ഫേൺ എടുത്ത് പറയാം, ആൻഷ്യന്റ് ആയിട്ടുള്ള സീഡ് ഫേണുകളിലെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ പാർട്ടാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന്റെ പാർട്ടിനെയാണ് നമ്മൾ ക്രോസോത്തിക്ക എന്ന് വിളിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് ആൻഷ്യന്റ് എന്ന് പറയുമ്പോൾ ഒരു കാർബോണിഫറസ് കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരിക്കുന്ന പ്ലാന്റ്സുകളിൽ ആണ് കാണപ്പെടുന്നത്. അപ്പം കാർബോണിഫറസ് ഓരോ ഇറകളിലും ജീവിച്ചിട്ടുള്ള പ്ലാന്റുകൾ നോക്കിക്കോളൂ. അപ്പം കാർബോണിഫറസ് കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ഏതാണ്? നമ്മുടെ ലൈജിനോറ്റേഴ്സ് ആണ് അല്ലെ. ഈ ഒരു ലൈജിനോറ്റേഴ്സ് ആണ്. അപ്പം ഇവയിലാണ്, ഇവയുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന്റെ പാർട്ടാണ് എന്ന് പറയുന്നത് ക്രോസോത്തിക്ക എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ ജീവിച്ചിട്ടുള്ളത് കുറച്ചും കൂടി ആധുനികമായിട്ടുള്ള മീസോസോയിക്ക് ഇറകളിൽ ആണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബി, ലൈജിനോറ്റെറിയയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോഡോൺ UGA ഇൻ മൈറ്റോകോൺട്രിയൽ DNA ആക്ട് ആസ്. UGA എന്ത് ടൈപ്പ് ഓഫ് കോഡോൺ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. മൈറ്റോകോൺട്രിയൽ DNAയില് UGA എന്ത് ടൈപ്പ് ഓഫ് കോഡോൺ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. UGA കിട്ടുന്നുണ്ടോ നോക്കുക. UGA അതായത് നോക്കാം, UGA എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ജനറ്റിക് കോഡോണിൽ നമുക്കറിയാം സ്റ്റോപ്പ് കോഡോൺ ആണ് അല്ലെ. UGA എന്ന് പറയുന്നത് സ്റ്റോപ്പ് കോഡോൺ ആണ്. UGA ഉണ്ട്, UAA ഉണ്ട്, അതേപോലെ തന്നെ UAG ഉണ്ട്. ഇവര് മൂന്നും നമ്മുടെ സ്റ്റാൻഡേർഡ് ജനറ്റിക് കോഡോണിൽ എന്താണ്, സ്റ്റോപ്പ് കോഡോൺ ആയിട്ടാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് അല്ലെ. UGA, UAA, UAG ഇത് മൂന്നും നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്താണ് കോഡോൺസിലെ സ്റ്റോപ്പ് കോഡോൺ, അതായത് പ്രോട്ടീൻ സിന്തസിസിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കോഡോണുകളാണ്. എന്നാൽ മൈറ്റോകോൺട്രിയയിലേക്ക് വരുമ്പം ഈ സ്റ്റാൻഡേർഡ് കോഡോണിൽ നിന്നും ഡിഫറെന്റ് ഉണ്ട്. മൈറ്റോകോൺട്രിയയിലെ DNA കോഡോണുകൾ എന്ന് പറയുന്നത് സാധാരണ DNA-ക്കാട്ടിലും സാധാരണ കോഡോണിനെക്കാളും വ്യത്യസ്തമുണ്ട്. ഇപ്പൊ മൈറ്റോകോൺട്രിയയിൽ ഇവർ മെയിൻ ആയിട്ടും ട്രിപ്റ്റോഫാനിനെയാണ് കോഡ് ചെയ്യുന്നത്. ഇവർ മെയിൻ ആയിട്ട് മൈറ്റോകോൺട്രിയയില് ട്രിപ്റ്റോഫാനിനെയാണ് കോഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന മൈറ്റോകോൺട്രിയൽ DNA ആട്ടോ. നോർമൽ ആണ് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു, ഇതൊരു സ്റ്റോപ്പ് കോഡോൺ ആണെന്ന് പറയായിരുന്നു. പക്ഷെ മൈറ്റോകോൺട്രിയയിൽ ഇത് സ്റ്റോപ്പ് കോഡോൺ ഫംഗ്ഷൻ അല്ല ചെയ്യുന്നത്. മെയിൻ ആയിട്ടും അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഇതിനകത്ത് കോഡ് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ചെയ്യാനാണ് സഹായിക്കുന്നത്. എന്നാൽ മൈറ്റോകോൺട്രിയൽ DNAയിലേക്ക് വരുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുകയാണ് മെയിൻ ആയിട്ടും ചെയ്യുന്നത്. സോ സാധാരണയിൽ സ്റ്റോപ്പ് ചെയ്യുന്നു, മൈറ്റോകോൺട്രിയയിലെ ട്രിപ്റ്റോഫാനെ കോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പലരും വ്യത്യസ്തമുണ്ട് കേട്ടോ. AUU എന്ന് പറയുന്ന കോഡാണ്. AUU ഇത് നമ്മുടെ സ്റ്റാൻഡേർഡിനകത്ത് ഐസോലൂസിനെയാണ് കോഡ് ചെയ്യുന്നത്. പക്ഷെ മൈറ്റോകോൺട്രിയയിലെ സ്റ്റാർട്ട് കോഡോൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മൈറ്റോകോൺട്രിയയിലെ സ്റ്റാർട്ട് കോഡോൺ ആയിട്ടാണ് AUU ആക്ട് ചെയ്യുന്നത്. എന്നാൽ അത് നമ്മുടെ സ്റ്റാൻഡേർഡ് കോഡോണിലെ ഐസോലൂസിനെയാണ് എന്ത് ചെയ്യുന്നത്, കോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ AGA ഉണ്ട്. നമ്മുടെ AGA എന്ന് പറയുന്ന കോഡോണ് നമ്മുടെ സാധാരണ നോർമൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കോഡോണില് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആർജിനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യും. എന്നാൽ മൈറ്റോകോൺട്രിയയിൽ അത് സ്റ്റോപ്പ് കോഡോൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ മൈറ്റോകോൺട്രിയയിലെ കോഡോൺസും നമ്മുടെ നോർമൽ കോഡോൺസും തമ്മിൽ ചെറുതായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ട്. നെക്സ്റ്റ് നോക്കാം, ഒരു ഫാമിലിയുടെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. വിച്ച് among the following is are not the features? ഫീച്ചർ അല്ലാത്തതാണ് കണ്ടെത്തേണ്ടത്.
ഡിപ്റ്റീരിയോ കാർപ്പേസിയെ എന്ന് പറയുന്ന ഫാമിലിയുടെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിപ്റ്റീരിയോ കാർപ്പേസിയെ എന്ന് പറയുന്ന ഫാമിലിയുടെ ഫീച്ചർ അല്ലാത്തത് ഇതില് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജൈജാന്റിക് ട്രീ വിത്ത് അബണ്ടന്റ് റെസിൻസ്, ലീവ്സ് കൊറേഷ്യസ് ആണ്. ഫ്ലവർ ആക്ടിനോമോർഫിക്, ഹെർമാഫോഡിറ്റ്, ഹൈപ്പോഗൈനസ് ആണ്. 5 sepals, polycephalus, polypetalous, stamens 5 in one word. Carpel tree, syncarpus, fruit drupe, enclosed in persistent sepals. 3ഉം 4ഉം മാത്രമാണോ തെറ്റായിട്ടുള്ളത്, അതോ 3 മാത്രമാണോ, 1ഉം 4ഉം ആണോ, 2ഉം 4ഉം ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ജൈജാന്റിക് ട്രീസ് ആണ് അല്ലെ. അപ്പൊ ഡിപ്റ്റീരിയോ കാർപ്പേസിയെ ഫാമിലി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് എല്ലാം ജൈജാന്റിക് ട്രീസും ആണ്. അതുപോലെ തന്നെ അബണ്ടന്റ് റെസിൻസും ലീവ്സ് കൊറേഷ്യസ് അറേഞ്ച്മെന്റ്സിലും ആയിരിക്കും നമുക്ക് അല്ലെങ്കിൽ കൊറേഷ്യസും ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫ്ലവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്ലവർ ആക്ടിനോമോർഫിക് ആണ്, ഹെർമാഫോഡിറ്റ് ആണ്, ഹൈപ്പോഗൈനസ് ആണ്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. നമുക്ക് വേണ്ടത് നോട്ട് ദ ഫീച്ചർ ആണ്, നോട്ട് ദ ഫീച്ചർ. സോ ഈ രണ്ടും കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഫീച്ചർ ആണ് നമുക്ക് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ്, മൂന്നാമത്തെ ഫീച്ചർ നോക്കാം. 5 sepals, കറക്റ്റ് ആണ്. 5 sepals ആണ് ഇവിടെ കാണപ്പെടുന്നത്. പോളിപെറ്റാലസ് ആണ്. അതേപോലെ തന്നെ സ്റ്റേമൻസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേമൻസ് 5 അല്ല. സ്റ്റേമൻസ് എന്താണ്, ന്യൂമറസ് ആണ്. ഡിപ്റ്റീരിയോ കാർപ്പേസിയിലെ ന്യൂമറസ് ആണ്. അതുപോലെ തന്നെ ഒരു വേർഡിലല്ല, മൾട്ടിപ്പിൾ വേർഡ്സിലായിട്ടാണ് ഈ ന്യൂമറസ് സ്റ്റേമൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. പകുതി കറക്റ്റ് ആയിരുന്നു. ലാസ്റ്റ് ഒരു ഒറ്റ സ്റ്റേമൻസ് 5 അല്ല, എന്താണ്, ന്യൂമറസ് ആണ്. നെക്സ്റ്റ് നോക്കാം. കാർപ്പൽസ് 3 ആണ്, സിൻകാർപ്പസ് ആണ്, കറക്റ്റ് ആണ്. ഡിപ്റ്റീരിയോ കാർപ്പസിലെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഡ്രൂപ്പ് അല്ല, ഏതാണ്, നട്ട് അഥവാ ക്യാപ്സ്യൂൾ ആണ്. ഒന്നെങ്കിൽ അതെന്തായിരിക്കും, നട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ആയിരിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്ന് പറയുന്നത് 3ഉം 4ഉം എന്താണ്, നോട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്റ്റീരിയോ കാർപ്പേസിയെ. 3 and 4 എന്തല്ല, ഡിപ്റ്റീരിയോ കാർപ്പേസിയുടെ ഫീച്ചർ അല്ല. നെക്സ്റ്റ് നോക്കാം. ദ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഇൻ പ്ലാന്റ്സ് വിച്ച് ലീഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് ഇന്റർവീനിയൽ ക്ലോറോസിസ് ഇൻ യങ് ലീവ്സ്. യങ്ങർ ലീവ്സില് ഇന്റർവീനിയൽ ക്ലോറോസിസിന് കാരണമാകുന്നത് ഏത് മൈക്രോന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി ആണ് എന്നതാണ്. ഏത് മൈക്രോന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി? അയൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്. ക്ലോറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലീഫ് യെലോയിഷ് കളർ ആവുന്ന അല്ലെ, ക്ലോറോഫില്ലിന്റെ കുറവ് കാരണം നമ്മുടെ ലീഫുകള് യെലോയിഷ് കളറിലാവുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ക്ലോറോസിസ് എന്ന് വിളിക്കുന്നത്. അതിൽ തന്നെ ഇന്റർവീനൽ ക്ലോറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, വെയിൻസിൽ ഇടയിൽ ഉണ്ടാവുന്നു അല്ലെ, ഇൻ ബിറ്റ്വീൻ വെയിൻസ്. അതായത് യെലോയിങ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ വെയിൻസ് വൈൽ വെയിൻസ് റിമൈൻസ് എന്താണ്, ഗ്രീൻ ആയിട്ടിരിക്കും അല്ലെ. അതായത് ഇവിടെ എൻറ്റയർ ലീഫ് യെലോയിഷ് ആയി പോകുന്നത് ക്ലോറോസിസ് ആണ്. ഇന്റർവീനൽ എന്ന് പറയുമ്പോൾ എന്താണ്, ബിറ്റ്വീൻ വെയിൻസ് ആണ്. അപ്പൊ അതിൽ അയണിന്റെ ഡെഫിഷ്യൻസി ഉണ്ട് എങ്കിൽ അത് എന്തിന് കാരണമാകും, ഈ ഇന്റർവീനൽ ക്ലോറോസിസിന് കാരണമാകും. കാരണം ബിക്കോസ് അയൺ ഈസ് ഇമ്മൊബൈൽ ഇൻ പ്ലാന്റ്സ്, ഇറ്റ് കനോട്ട് ബി ഈസിലി ട്രാൻസ്പോർട്ടഡ് ഫ്രം ഓൾഡർ ടു ന്യൂ ലീവ്സ്. അയൺ എന്ന് പറയുന്നത് ഇമ്മൊബൈൽ. അപ്പം ഓൾഡർ പ്ലാന്റ്സിൽ പാർട്ടുകളിൽ നിന്നും ന്യൂ പാർട്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വളരെ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ന്യൂ പാർട്ടുകളിൽ അയണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അങ്ങനെ ഇന്റർവീനൽ ക്ലോറോസിസിന് കാരണം അയൺ ആണ്. ഇനി മാംഗനീസ് ഇല്ല എങ്കിലും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇന്റർവീനൽ ക്ലോറോസിസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് എവിടെയാണ്, ഓൾഡർ ലീഫുകളിലാണ്. യങ്ങർ ലീവ്സിനേക്കാൾ കൂടുതൽ ഓൾഡർ ലീഫുകളിലാണ് മാംഗനീസ് ഇല്ലെങ്കിൽ ഇന്റർവീനൽ ക്ലോറോസിസ് ഉണ്ടാവുന്നത്. ഇനി സിങ്ക് ആണെങ്കിൽ എന്താണ്, ലീഫിന്റെ ഗ്രോത്തിനെ ബാധിക്കും അല്ലെ, സ്മോൾ ലീവ്സ് ആയിരിക്കും, റോസിറ്റിംഗ് ആയിരിക്കും, അതുപോലെ തന്നെ ലീഫിന് ഡിസ്റ്റോർഷൻസ് സംഭവിക്കും. ഇനി കോപ്പർ ആണ് എങ്കിൽ എന്താണ്, ഷൂട്ടിനെയാണ്, ഷൂട്ടിന്റെ ഡൈബാക്കും അതുപോലെ തന്നെ ഫ്ലവറിങ് ഡിലേ ആവുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്റർവീനൽ ക്ലോറോസിസ് യങ് ലീഫിൽ നടക്കുന്നത് അയണിന് കാരണമാണ്. എന്നാൽ എന്താണ്, ഓൾഡർ ലീഫിലാണെങ്കിൽ മാംഗനീസ് ആണ് ഇന്റർവീനൽ ക്ലോറോസിസ് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓക്സിൻ ഈസ് സിന്തസൈസ്ഡ് ഫ്രം ത്രൂ സെവറൽ ഇന്റർമീഡിയറ്റ്സ് അല്ലെ. ഇതിനകത്ത് ഏത് ഇന്റർമീഡിയറ്റ്സിൽ നിന്നാണ് ഓക്സിൻ സിന്തസൈസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏതിൽ നിന്നാണ് ഓക്സിൻ സിന്തസൈസ് ചെയ്യുന്നത്? ആർക്കെങ്കിലും ആൻസേഴ്സ് പറയാനുണ്ടോ? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
അപ്പൊ ഓക്സിൻ സിന്തസൈസ് ചെയ്തത് ഏത് ഇന്റർമീഡിയറ്റിൽ നിന്നും ആണ് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഏത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഗ്ലൂട്ടാമേറ്റ് ആണോ, മെത്തിയോണിനാണോ, ട്രിപ്റ്റോഫാൻ ആണോ, ടൈറോസിൻ ആണോ, ഏത് അമിനോ ആസിഡ്സിൽ നിന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്സിൻ എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ പ്ലാന്റ് ഹോർമോൺ ആണ്. പ്രൈമർലി നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഏത് അമിനോ ആസിഡിൽ നിന്നാണ്? ട്രിപ്റ്റോഫാനിൽ നിന്നാണ്. അപ്പൊ കുറേ സ്റ്റെപ്പുകൾ ഉണ്ട്. എന്താണ്? ട്രിപ്റ്റോഫാനിനെ ഓക്സിൻ ആയിട്ടുള്ള ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് IAA ആയിട്ടുള്ള ഓക്സിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കുറേ അധികം ബയോകെമിക്കൽ സ്റ്റെപ്പുകൾ ഉണ്ട്. ഈ സ്റ്റെപ്പുകളിലൂടെ ട്രിപ്റ്റോഫാനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഓക്സിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്സിന്റെ മെയിൻ ഫങ്ഷൻസ് ഒക്കെ അറിയാമല്ലോ. സെൽ ലോങ്ങേഷൻസും മെയിൻ ആയിട്ട് എന്താണ് സെൽ ഡിവിഷൻസും അതുപോലെ തന്നെ അത് ഗ്രോയിങ് ടിപ്പുകളിലൊക്കെയാണ് ഓക്സിൻ കാണപ്പെടുന്നത്. അതിൽ തന്നെ നാച്ചുറൽ ഓക്സിൻസ് ചോദിക്കാറുണ്ട്. നാച്ചുറൽ ഓക്സിൻ എന്ന് പറയുന്നത് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് നാച്ചുറൽ ഓക്സിൻസ് ആണ്. എല്ലാ പ്ലാന്റ്സിലും ഫംജയിലും ഉണ്ട്. ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് അല്ലാതെ ഇൻഡോൾ 3 അസറ്റാൽഡിഹൈഡ്, ഇൻഡോൾ 3, ഇൻഡോൾ എത്തനോള് അല്ലെ, ഇങ്ങനെ കുറെ അധികം നാച്ചുറൽ ഓക്സിൻസ് ഉണ്ട്. അപ്പൊ നാച്ചുറൽ ഓക്സിൻസിന്റെ പേരൊന്ന് നോക്കിക്കൊള്ളുക. തന്നിട്ട് ചോദിക്കാം ഏതാണ് നാച്ചുറൽ ഓക്സിൻസ് അല്ലെങ്കിൽ ഏതാണ് നാച്ചുറൽ ഓക്സിൻസ് അല്ലാത്തത് എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ് നാച്ചുറൽ ഓക്സിൻ, ഏതാണ് നാച്ചുറൽ ഓക്സിൻ അല്ലാത്തത് എന്നൊന്ന് നോക്കിക്കോളുക. പിന്നുള്ളതെന്ന് പറയുന്നത് ഫസ്റ്റ് നാച്ചുറലി ഒക്കറിങ് അല്ലെ, ആദ്യമായിട്ട് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഓക്സിനെ കണ്ടെത്തിയത് നമ്മുടെ കോഗിളാണ്. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഹ്യൂമൻ യൂറിൻ. അപ്പൊ ഹ്യൂമൻ യൂറിനിൽ നിന്നും ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഹോർമോൺ ആണ് എന്ന് പറയുന്നത് ഓക്സിൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ യൂറിനിൽ നിന്നും ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഹോർമോൺ ആണ് ഓക്സിൻ എന്ന് പറയുന്നത്. ഓക്സിനിലെ നാച്ചുറലിന്റെ എക്സാമ്പിൾസ് നോക്കുക. ഓക്സിൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത് അമിനോ ആസിഡ് ട്രിപ്റ്റോഫാനിൽ നിന്നാണ്. ഇനി സിന്തറ്റിക് ഓക്സിൻസ് ഉണ്ടല്ലേ, ആർട്ടിഫിഷ്യലി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഓക്സിന്റെ അതേ എഫക്റ്റ് മിമിക് ചെയ്യാൻ പറ്റുന്ന ഓക്സിൻസുകളെയാണ് നമ്മൾ സിന്തറ്റിക് ഓക്സിൻസ് എന്ന് വിളിക്കുന്നത്. അതിലെ മെയിൻ എക്സാമ്പിൾ ആണ് 2,4-D, 2,4-ഡൈ അല്ലെ ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ്, നാഫ്തലീൻ അസറ്റിക് ആസിഡ് ഇവയൊക്കെ. പിന്നെ ഓക്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നെക്സ്റ്റ് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബയോഅസേ ടെസ്റ്റുകൾ അല്ലെ. അവീന കർവേച്ചർ ടെസ്റ്റ് ഉണ്ട്. അതായത് FW വെന്റ്, ഇവിടെ ഓക്സിൻ കണ്ടെത്തിയ ആളല്ലേ, FW വെന്റ് ആണ് എന്ത് ചെയ്തത്? അവീന കർവേച്ചർ ടെസ്റ്റ് കണ്ടെത്തിയത്. ഓട്സിലാണ് ഈ ഒരു ടെസ്റ്റ് കണ്ടെത്തിയത്. അപ്പൊ ഇത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണെന്നേ ചോദിക്കാറുള്ളൂ, ഒരുപാട് ഡെപ്തിൽ പോവാറില്ല. ഈ ഒരു ടെസ്റ്റ് ഏത് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ ഓക്സിനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റൂട്ട് ഗ്രോത്ത് ഇൻഹിബിഷൻ ടെസ്റ്റും എന്തുമായിട്ടാണ്? ഓക്സിന്റെ ആക്ടിവിറ്റി കണ്ടെത്താനായിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് റൂട്ട് ഗ്രോത്ത് ഇൻഹിബിഷൻ ടെസ്റ്റ്. അപ്പൊ രണ്ട് ടെസ്റ്റുകളുണ്ട്. ബയോഅസേ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവേന കർവേച്ചർ ടെസ്റ്റും അതുപോലെ തന്നെ റൂട്ട് ഗ്രോത്ത് ഇൻഹിബിഷൻ ടെസ്റ്റ്. പിന്നെ ഓക്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണ് പാർത്തനോകാർപ്പി അല്ലെ, സീഡ്ലെസ് ഫ്രൂട്ടിന്റെ പ്രൊഡക്ഷൻ. ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് ഓക്സിൻ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതായിരുന്നു? ട്രിപ്റ്റോഫാൻ ആണ് ഓക്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. മാച്ച് ദ പ്ലാന്റ് വിത്ത് ഇറ്റ്സ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. അതായത് ഓരോ പ്ലാന്റും അതുപോലെ തന്നെ അതിന്റെ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പ്ലാന്റും അവയുടെ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗവും നോക്കാം. ഇത് നമ്മുടെ എക്കണോമിക് ബോട്ടണിയിൽ നിന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ നമുക്ക് അറിയാം അല്ലെ, ക്രോക്കസ് സെറ്റൈവസ് അഥവാ കുങ്കുമത്തിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? സ്റ്റിഗ്മ, ഡ്രൈഡ് സ്റ്റിഗ്മയാണ് നമ്മൾ കുങ്കുമത്തിന്റെ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ്? റൈസീജിയം, നമ്മുടെ ഗ്രാമ്പൂ എന്ന് പറയുന്നതിന്റെ നമ്മൾ അൺഓപ്പൺഡ് ആയിട്ടുള്ള ഫ്ലവർ ബഡ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇനി സിനമോമത്തിന്റെ ആണെങ്കിലോ, സിനമോമോ ആണെങ്കിൽ നമ്മുടെ ഇന്നർ ബാർക്ക് അല്ലെ, നമ്മുടെ എന്താ പറയേണ്ടതാ, ബാർക്കിന്റെ ഇന്നർ പോർഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കോക്കസ് ന്യൂസിഫറ പിന്നെ നമുക്കറിയാം എൻഡോസ്പേം ആണല്ലേ, തേങ്ങ, എൻഡോസ്പേം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്സ് നമ്മൾ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റും അവയുടെ മാച്ച് ദ ഫോളോയിങ്സും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം A2B1 അല്ലെ, A2B1 നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്? C4D3 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ ഹിസ്റ്റോൺ പ്രോട്ടീൻ വിച്ച് ആക്ട് ആസ് ലിങ്കർ ബിറ്റ്വീൻ ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾസ് when DNA is wrapped around a single nucleosome core particle. H1, H2A, H2B, H3.
അപ്പൊ നമുക്കറിയാലോ DNA എന്ന് പറയുന്നത് എന്താണ്, അത്യാവശ്യം വളരെ വലിയ നീളമുള്ളതാണ് അല്ലെ. അപ്പൊ ഈ നീളമുള്ള DNA നമ്മൾ ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഹിസ്റ്റോൺ എന്ന് പറയുന്നതിന്റെ പാർട്ടാണ് H2A, H2B, H3, H4 എന്ന് പറഞ്ഞിട്ട് കുറേ അധികം പാർട്ടുകളുണ്ട്. ഈ 4 പ്രോട്ടീനുകൾ ചേർന്നിട്ട് ഒക്ടാമർ ആയിട്ടാണ് നമ്മുടെ ഹിസ്റ്റോൺസ് കാണുന്നത്. അപ്പൊ ഈ ഹിസ്റ്റോൺസില് എന്താ ചോദിച്ചിട്ടുള്ളത്, നമുക്കിവിടെ പിക്ചറിൽ കാണുമ്പോൾ മനസ്സിലാവും അല്ലെ. H2A, B ഉണ്ട്, H2B, എല്ലാത്തിനെയും 2 എണ്ണം വെച്ച് കാണും. H2A 4 പ്രോട്ടീൻ ഉണ്ട്, 4ഉം 2 ഫോമിൽ കാണും. സോ 4x2, അങ്ങനെ മൊത്തത്തില് 8 എണ്ണം, 8 ഒക്ടാമർ ആയിട്ടാണ് ആര് കാണപ്പെടുന്നത്, നമ്മുടെ ഈ ഒരു ഹിസ്റ്റോൺ കാണപ്പെടുന്നത്. എന്നിട്ട് ഈ ഹിസ്റ്റോണിലായിട്ട് ഇങ്ങനെ DNA അറേഞ്ച് ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോംസ് എന്ന് വിളിക്കുന്നത്. ഹിസ്റ്റോണിന് ചുറ്റുമായിട്ട് DNA റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ന്യൂക്ലിയോസോമുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്താ കാണേണ്ടത്, H2A, H2B എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പൊ ഇതിലെ ഈ ഒരു H2A ആണെങ്കിലും H2B ആണെങ്കിലും H3 ആണെങ്കിലും H4 ആണെങ്കിലും ഒക്കെ എന്താണ്, ന്യൂക്ലിയോസോമിന്റെ ഉൾഭാഗമാണ് അല്ലെ. നോക്കിയതേ, ഉള്ളിലായിട്ടാണ് ആ അത്രയും ഭാഗങ്ങൾ കാണുന്നത്. എന്നാൽ H1 പുറമെയാണ്, അടുത്ത DNA അല്ലെ, അടുത്ത DNA ഭാഗത്തെ കണക്ട് ചെയ്യാനായിട്ടുള്ള പുറമേ ഉള്ള ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു H1 എന്ന് പറയുന്നത്. സോ ഹിസ്റ്റോൺ പ്രോട്ടീനിലെ അടുത്തൊരു ന്യൂക്ലിയോസോമുമായിട്ടുള്ള ലിങ്കർ എന്ന് പറയുന്നത് H1 ആണ്. ഈ H2A ആണെങ്കിലും H2B ആണെങ്കിലും H3 ആണെങ്കിലും എന്താണ്, ഇന്നർ ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് A ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ എൻസൈം വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ അൺവൈൻഡിങ് ദ DNA ഹെലിക്സ് ഡ്യൂറിങ് റെപ്ലിക്കേഷൻ. വളരെ ബേസിക് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. DNA റെപ്ലിക്കേഷന്റെ സമയത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അൺവൈൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു അൺവൈൻഡിങ്ങിന് കാരണമാകുന്ന എൻസൈംസ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഫസ്റ്റ് DNA പോളിമറൈസ് ആണ്. DNA പോളിമറൈസ് എന്താണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്, DNA ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് പോവാണ് അല്ലെ ചെയ്യുന്നത്. അതായത് റെപ്ലിക്കേഷനെ ഇലോങ്ങേഷൻ ആണ് ചെയ്യുന്നവർ മെയിൻ ആയിട്ട്. ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് DNA ഗ്രോ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ലിഗേസ് എന്ന് പറയുന്ന എൻസൈം എന്താ ചെയ്യുന്നത്, DNA നമുക്കറിയാം അൺവൈൻഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരു ഒക്കസാക്കി ഫ്രാഗ്മെന്റ് ഫോം ചെയ്യും അല്ലെ. ഒരു സൈഡില് ലാഗിങ് സ്ട്രാൻഡ് ഫോം ചെയ്യും. ലാഗിങ് സ്ട്രാൻഡിലായിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പൊ അതിലെ ഈ ഒരു ഫ്രാഗ്മെന്റുകളെ തമ്മിൽ ഒട്ടിച്ചു ചേർക്കാനായിട്ട് സഹായിക്കുന്നതാണ് ലിഗേസ് എന്ന് പറയുന്നത്. അപ്പൊ ലിഗേസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും DNA ഒട്ടിച്ചു ചേർക്കുക അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ്സിനെ ഒരേപോലെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പോ ഐസോമേഴ്സ് ഉണ്ട്. ടോപ്പോ ഐസോമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, റിലീവ് ദ ടെൻഷൻ ഓഫ് ദ DNA മോളിക്യൂൾ അല്ലെ. ആ ഒരു കോയിലിംഗ് അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻസിനാണ് എന്ത് ചെയ്യുന്നത്, ടോപ്പോ ഐസോമേഴ്സ് സഹായിക്കുന്നത്. ഇനി ഹെലിക്കേസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNAയിലെ ഹൈഡ്രജൻ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഡബിൾ സ്ട്രാൻഡഡ് DNA സെപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. അപ്പൊ DNA പോളിമറൈസ് എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ആ ഒരു ടെൻഷൻ അഥവാ സൂപ്പർ കോയിലിംഗ് ആണ് ടോപ്പോ ഐസോമേഴ്സ്. ലിഗേസ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടിച്ചു ചേർക്കാൻ, ഫ്രാഗ്മെന്റഡ് ആയി പോയിട്ടുള്ള DNA ഒട്ടിച്ചു ചേർക്കാനായിട്ടാണ് സഹായിക്കുന്നത്. ദെൻ ഹെലിക്കേസ് ഉണ്ട്. ഹെലിക്കേസ് മെയിൻ ആയിട്ട് സഹായിക്കുന്നത് DNA അൺവൈൻഡ് ചെയ്യുവാനായിട്ട് ആണ്. നെക്സ്റ്റ് നോക്കാം, വിച്ച് among the following is the most abundant ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഏതാണ് പറയേണ്ടത് നമുക്ക്, വിച്ച് among the following is the most abundant ഗ്രീൻ ഹൗസ് ഗ്യാസ്. വാട്ടർ വേപ്പർ, മീതെയിന്, നൈട്രസ് ഓക്സൈഡ്, അതുപോലെ തന്നെ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഇത്രയാണ് പറയുന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്താണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് നിർത്തിയിട്ട് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The greenhouse gas that absorb and emit radiant energy with the thermal infrared range causing greenhouse effect അല്ലെ. അപ്പൊ എർത്തിലെ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ട് ഗ്രീൻ ഹൗസ് എഫക്ട് സൃഷ്ടിക്കുന്ന ആൾക്കാരാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അതിൽ മെയിൻ കാരണക്കാരാണ് വാട്ടർ വേപ്പർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീതെയിൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ഓസോൺ ഉണ്ട്. ഇവരെല്ലാം
സോ അതില് എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ലാർജ് പെർസെൻറ്റേജിൽ അഫക്ട് ചെയ്യുന്നത് വാട്ടർ വേപ്പർ ആണ്. ഇതൊരു കറണ്ട് അഫയേഴ്സ് രീതിയിലും നമുക്ക് ജനറൽ പേപ്പറിലും ചോദിക്കാവുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് പേപ്പറിലും ചോദിക്കാം, അതേപോലെ തന്നെ നമ്മുടെ മെയിൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ ആണ്. നെക്സ്റ്റ് നോക്കാം, ദ ആർട്ട് ഓഫ് ബോൺസായി ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ദി ചൈനീസ് ആർട്ട്. അപ്പൊ ബോൺസായി പ്ലാന്റുകൾ അറിയാലോ അല്ലെ, നമ്മള് ഇങ്ങനെ വളർത്തുന്ന അല്ലേ വലിയ പ്ലാന്റുകളുടെ ഒരു മിനിയേച്ചർ രൂപമാണ് ഈ ഒരു ബോൺസായി പ്ലാന്റുകൾ എന്ന് പറയുന്നത് അല്ലെ. ഒരു മിനിയേച്ചർ ആണ്, മിനിയേച്ചർ ട്രീസിനെയാണ് നമ്മൾ ബോൺസായി എന്ന് വിളിക്കുന്നത്. അതൊരു ചൈനീസ് വേർഡിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഈ ഒരു ബോൺസായി ഒറിജിനേറ്റ് ചെയ്തത്. അത് ഏത് ചൈനീസ് വേർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യമഡോരി, പെഞ്ചിങ്, സൈക്കേയി, ഹോന്നോൺ ബോ. ഇതിൽ ഏത് ചൈനീസ് വേർഡിൽ നിന്നാണ് നമ്മുടെ ബോൺസായി എന്നുള്ള ആ ഒരു പേര് വന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, ബോൺസായി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ആ ഒരു ജപ്പാനീസ് ആർട്ടാണ് അല്ലെ. ശരിക്കും അതൊരു ജപ്പാനീസ് ആർട്ടാണ്. മിനിയേച്ചർ ട്രീസ് നമ്മൾ കണ്ടെയ്നേഴ്സിൽ ഗ്രോ ചെയ്യിക്കുന്ന ഒരു ആർട്ട് ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ ഒരു ബോൺസായി എന്ന് വിളിക്കുന്നത്. ഇത് ശരിക്കും ഏതാണ്, ചൈനീസ് പ്രാക്ടീസ് ആയിട്ടുള്ള ഏത് പെയിന്റിങ് എന്നിട്ടുള്ള ആ ഒരു ടേമിൽ നിന്നാണ്, ട്രെയിൽ വളർത്തുന്ന ട്രേ ലാൻഡ്സ്കേപ്പ് എന്ന അർത്ഥം വരുന്ന ഈ ഒരു പെയിന്റിങ് എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ബോൺസായി, ഇതും ഒരു പ്രീവിയസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ബോൺസായി എന്നുള്ള ആ ഒരു വേർഡ് ചൈനീസ് ആർട്ടായിട്ടുള്ള പേജിങ്, കണ്ടെയ്നേഴ്സിൽ പ്ലാന്റ്സ് വളർത്തുന്ന ആ ഒരു എന്താണ് പെയിന്റിങ് എന്ന് പറയുന്ന വേർഡ്സിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം, ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ടീലോമേഴ്സ് ഇൻ DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻസിൽ ടീലോമേഴ്സ്, നമുക്ക് ഇനി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉള്ളൂ കേട്ടോ ഡിസ്കസ് ചെയ്യാനായിട്ട്. ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും അധികം ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം, എന്താണ് ടീലോമേഴ്സ്. So the primary function of telomeres in DNA replication. DNA replicationലെ telomersന്റെ functions എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. പ്രൂഫ് റീഡിംഗ് DNA for errors, repairing damaged DNA, adding repetitive sequence to the end of chromosome, facilitating DNA unwinding during replication. അപ്പൊ നമുക്ക് നോക്കാം, ആദ്യം എന്താ telomeres നോക്കാം അല്ലെ. Telomeres is the region of repetitive nucleotide sequences at the end of chromosome. അതായത് ടിലോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിപ്പറ്റിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളുള്ള ക്രോമോസോമുകളുടെ എൻഡ് ഭാഗത്തിനെയാണ് നമ്മൾ ടിലോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു ക്യാപ്പ് പോലെ, നമുക്ക് ഈ പിക്ചറിൽ കാണാല്ലേ, ഒരു റെഡിഷ് കളറിൽ കൊടുത്തിരിക്കുന്നത് ഒരു ക്യാപ്പ് പോലെ ക്രോമോസോമുകളുടെ അറ്റത്തുള്ള റെപ്പറ്റേറ്റീവ് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളാണ് ഏതെന്ന് പറയുന്നത്, ടിലോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്യാപ്പ് ആവുമ്പോൾ തന്നെ പ്രൈമറി ഫംഗ്ഷൻ എന്തായിരിക്കും, പ്രൊട്ടക്ഷൻ ആയിരിക്കും അല്ലെ. പ്രൊട്ടക്ട് ദ എൻഡ് ക്രോമോസോം, ക്രോമോസോമുകളുടെ എൻഡ് ഡീഗ്രേഡ് ആയി പോകുന്നത് തടയുന്നു. അത് കൂടാതെ ഇവിടെ അടുത്തൊരു ക്രോമോസോം കാണും അല്ലെ, അടുത്തൊരു ക്രോമോസോമുമായിട്ട് ഈ എൻഡ് പോയിട്ട് ഫ്യൂസ് ചെയ്യുന്നത് തടയുവാനുമാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ടിലോമേഴ്സ് റീജിയനെ സഹായിക്കുന്നത്. ഇനി DNA റെപ്ലിക്കേഷനിലേക്ക് വരുവാണെങ്കിൽ ടിലോമേഴ്സ് എന്ത് ചെയ്യുന്നു, മെയിൻ ആയിട്ട് റെപ്പറ്റേറ്റീവ് സീക്വൻസുകൾ എവിടെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ക്രോമോസോംസിന്റെ എൻഡിൽ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ മെയിൻ DNA റെപ്ലിക്കേഷനിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെപ്പറ്റേറ്റീവ് സീക്വൻസസ് ടു ദി എൻഡ് ഓഫ് ക്രോമോസോംസ് ആണ് എന്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ടിലോമിയേഴ്സിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അടുത്ത് നോക്കാം, നെക്സ്റ്റ് ഇതേപോലെ തന്നെ എന്താണ്, ഒരു ഐഡന്റിഫൈ ദ മിസ്മാച്ച്ഡ് പെയർ ഓഫ് ദി എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാമിലി അല്ലെ. എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാമിലീസ് കൊടുത്തിട്ടുണ്ട്, അവിടെ നമുക്ക് ഒരെണ്ണം മിസ്മാച്ച്ഡ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേതെന്ന് നോക്കുക. അതായത് വൈറ്റ് ഡാമർ ഉണ്ട്, അതെന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, സ്റ്റെർക്കുലീസിയെ അല്ലെ, സ്റ്റെർക്കുലിയേസിയെ ഫാമിലിയാണ്. ഹെന്ന ലിറ്ററേസിയെ ഫാമിലി, നട്ട്മക്ക് മെർസിനേസിയെ ഫാമിലി, സ്വീറ്റ് പൊട്ടറ്റോ കൺവോലിസിയെ ഫാമിലി. ഇതില് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം എല്ലാം കറക്റ്റ് ആയിട്ട് തോന്നും, പക്ഷെ നട്ട്ബഗ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ.
മിസ്നേസി അല്ല, മിസ്റ്റിക്കേസിയ. അപ്പൊ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതെല്ലാം കറക്റ്റ് ആണെന്ന് മാർക്ക് ചെയ്ത് വെക്കും. കാരണം ഒരു ചെറിയൊരു ഫാമിലിയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. നെഡ്ബഗ് എന്ന് പറയുന്നത് മിസ്നേസിയ ഫാമിലി അല്ല, മിസ്റ്റിക്കേസിയ ഫാമിലിയാണ്. അപ്പൊ ഈ ഒരു എക്കണോമിക് ബോട്ടണി എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്, ഏതൊക്കെ പാർട്ടാണ് ഏതൊക്കെ പ്ലാന്റിന്റെ യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കുക. അതേപോലെ തന്നെ ഏറ്റവും എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഏത് ഫാമിലിയിലാണ് ബിലോങ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കുക. ഈ രണ്ട് രീതിയിലാണ് എക്കണോമിക് ബോട്ടണിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് നോക്കാം. Chemicals recorded to be effective in overcoming self-incompatibility in flowers. ഫ്ലവേഴ്സില് സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റിനെ ഓവർകം ചെയ്യുവാനായിട്ട് സഹായിക്കുന്ന കെമിക്കൽസ് ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റിനെ ഓവർകം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസുകൾ ഏതൊക്കെ? ഒലിവോമൈസിൻ, ക്ലോറോമെർക്കുറി ബെൻസോനേറ്റ്, സൈക്ലോഎക്സമീഡ്, അല്ലെങ്കിൽ ഇവയെല്ലാം സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്താ സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്നത്? അതായത് സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റിയെ ഓവർകം ചെയ്യണം അല്ലെ, അതിനെ മാറ്റാനായിട്ട് സഹായിക്കുന്ന കെമിക്കൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഒരു ജനറ്റിക് മെക്കാനിസം ആണ്. ഈ ഒരു മെക്കാനിസത്തിൽ എന്താണ്, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ദാറ്റ് പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. സെൽഫ് കോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഫ്ലവറിംഗ് പ്ലാന്റിൽ അത് എന്ത് പ്രിവെന്റ് ചെയ്യുന്നു, സെൽഫ് പോളിനേഷനെ പ്രിവെന്റ് ചെയ്തിട്ട് ക്രോസ് പോളിനേഷൻ എൻഷുർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ക്രോസ് പോളിനേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ജനറ്റിക് ഡൈവേഴ്സിറ്റി നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ സെൽഫ് കോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജനറ്റിക് മെക്കാനിസം, ഫ്ലവറിംഗ് പ്ലാന്റുകൾ കാണിക്കുന്ന ഒരു ജനറ്റിക് മെക്കാനിസം ആണ്. അത് മെയിൻ ആയിട്ട് സെൽഫ് പോളിനേഷനെ പ്രിവെന്റ് ചെയ്യും, എന്നിട്ട് ക്രോസ് പോളിനേഷനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കെമിക്കൽസുകൾ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ആ സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റിനെ ഓവർകം ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്നവയാണ്. നെക്സ്റ്റ് ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്കറിയാം ഏതാണ്, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബയോ ഇൻഫോർമാറ്റിക്സിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മിക്ക എക്സാംസുകൾക്കും 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് നോക്കാം. ദ പർപ്പസ് ഓഫ് ഫാസ്റ്റ സെർച്ച് ഇൻ സീക്വൻസ് അനാലിസിസ്. ഫാസ്റ്റ അറിയാമല്ലോ. ഈ ഫാസ്റ്റയുടെ എന്താണ് പർപ്പസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഐഡന്റിഫൈങ് ഹോമോലോഗസ് സീക്വൻസ്, ഹോമോലോഗസ് സീക്വൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. പ്രോട്ടീന്റെ ടെർഷ്യറി സ്ട്രക്ചർ പ്രഡിക്റ്റ് ചെയ്യുന്നു. ഡിറ്റർമൈനിങ് RNA സെക്കൻഡറി സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുകയാണോ, പ്രോട്ടീന്റെ ടെർഷ്യറി സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യുകയാണോ, അതുപോലെ തന്നെ ഹോമോലോഗസ് സീക്വൻസുകളെ ഐഡന്റിഫൈ ചെയ്യുകയാണ്. എന്താണ് നോക്കാം. ഫാസ്റ്റ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടേഷണൽ ടൂൾ ആണ്, മെയിൻ ആയിട്ട് യൂസ്ഡ് ടു കമ്പയർ ക്വയറി സീക്വൻസുകൾ അല്ലെ. അതായത് ഒന്നെങ്കിൽ DNA അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസുകളെ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടേഷണൽ ടൂൾ ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഫാസ്റ്റ എന്ന് പറയുന്നത്. അതായത് ഒരു ലാർജ് ഡേറ്റാബേസ് കാണും, ഈ ഡേറ്റാബേസിലേക്ക് നമുക്ക് അറിയേണ്ട ഒരു ക്വയറി സീക്വൻസ് കൊടുക്കുന്നു, രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് അതിലെ സിമിലാരിറ്റി അല്ലെ, ഐഡന്റിഫൈ ദ റീജിയൻ ഓഫ് സിമിലാരിറ്റീസ്. ഈ 2 സീക്വൻസുകൾ, നമ്മൾ കൊടുത്ത സീക്വൻസും ഡേറ്റാബേസിലുള്ള സീക്വൻസുകളും തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റീസ് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫാസ്റ്റ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ഹോമോലോഗസ് സീക്വൻസുകളെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ, സിമിലർ ആയിട്ടുള്ള സീക്വൻസുകളെ ഐഡന്റിഫൈ ചെയ്യുവാനായിട്ടാണ് ഫാസ്റ്റ സഹായിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഹാബിറ്റാറ്റ് വുഡ് യു മോസ്റ്റ് ലൈക്ലി ഫൈൻഡ് എൻഡോലിത്തിക് ആൽഗെ? എൻഡോലിത്തിക് ആൽഗെ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, വളരെ സിമ്പിൾ ആണ്. എൻഡോലിത്തിക് ആയിട്ടുള്ള ആൽഗയെ നമുക്ക് ഏത് ഹാബിറ്റാറ്റിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് എന്ത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം എൻഡോലിത്തിക് ആൽഗയെ നമുക്ക് ഏത് ഹാബിറ്റാറ്റിലാണ് കാണാൻ സാധിക്കുന്നത്? ഡീപ്പായിട്ടുള്ള ഓഷ്യൻ വാട്ടേഴ്സില്, കോറൽ റീഫില്, വിത്തിൻ റോക്സ് ഓർ ഫ്ലോട്ടിംഗ് ഓൺ ദി വാട്ടർ സർഫസ്. എൻഡോ എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ അകത്ത് ആണ്, ലിത്ത് എന്ന് പറയുമ്പോൾ റോക്കിന് ഉള്ളിൽ കാണുന്നതാണ് എൻഡോലിത്തിക് ആൽഗെ. സോ നോക്കിയേ, വിത്തിൻ റോക്സ് ആണ് എന്ന് പറയുന്നത് എൻഡോലിത്തിക് ആൽഗയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. അതായത്
വാട്ട് ആർ ദ ഫംഗ്ഷൻ ഓഫ് വൈറൽ പ്രോട്ടീൻ കോട്ട് അല്ലെ? വൈറസിനെ അറിയാലോ, ഒരു ജെനറ്റിക് മെറ്റീരിയലും ഉണ്ട്, അതുപോലെ തന്നെ ജെനറ്റിക് മെറ്റീരിയലിന് ചുറ്റുമായിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ കോട്ട്, ആ പ്രോട്ടീൻ കോട്ടിനെയാണ് നമ്മൾ ക്യാപ്സിഡ് എന്ന് വിളിക്കുന്നത്. ക്യാപ്സോമിയേഴ്സുകൾ കൊണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ കോട്ടാണ് ക്യാപ്സിഡ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ ഫംഗ്ഷൻ ഓഫ് ദി വൈറൽ പ്രോട്ടീൻ കോട്ട്? ക്യാപ്സിഡ്. ക്യാപ്സിഡിന്റെ ഫംഗ്ഷന് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ട്രാൻസ്ലേഷൻ ഓഫ് വൈറൽ ആർഎൻഎ, വൈറൽ ആർഎൻഎനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ടാർഗറ്റിംഗ് ഓഫ് ദ വൈറൽ ജിനോം അല്ലെ, വൈറൽ ജിനോമിനെ എവിടെയാണോ റെപ്ലിക്കേറ്റ് ചെയ്യേണ്ടത് അവിടേക്ക് എത്തിക്കാൻ. സെൽ ടു സെൽ ഓർ സിസ്റ്റമിക് മൂവ്മെന്റ്, സെൽ ടു സെൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ആക്ടിവേഷൻ ഓഫ് ആർജീൻ, ആർജീനിന്റെ ആക്ടിവേറ്റ് ചെയ്യാൻ. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉം മാത്രമാണോ? 2ഉം 3ഉം മാത്രമാണോ? 1ഉം 4ഉം മാത്രമാണോ? ഇനി 1ഉം 2ഉം 3ഉം 4ഉം റൈറ്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് വൈറൽ ക്യാപ്സിഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്റ്റ് വൈറൽ ജീനോം. ആദ്യമായിട്ട് വൈറൽ ജീനോം, അത് DNA ആയിക്കോട്ടെ RNA ആയിക്കോട്ടെ, ആ വൈറൽ ജീനോമിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് എവിടേക്ക് എത്തുക? എവിടെയാണോ റെപ്ലിക്കേറ്റ് ചെയ്യേണ്ടത് ആ ഹോസ്റ്റിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുക എന്നുള്ളതാണ് പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ വൈറൽ ക്യാപ്സിഡ്സിനെ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു വൈറൽ ജീനോമിനെ കറക്റ്റ് ആയിട്ട് എവിടെയാണോ റെപ്ലിക്കേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഹോസ്റ്റ് സെൽസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രൈമറി ഫംഗ്ഷൻ. ഇനി ഡിപ്പെൻഡിങ് ഓൺ ദി സ്പെസിഫിക് വൈറസ്, ദ വൈറൽ കോട്ട് പ്രോട്ടീൻ ക്യാൻ ഓൾസോ പ്ലേ റോൾ ഇൻ ടാർഗറ്റിംഗ് വൈറൽ ജീനോം. അപ്പം ഓരോ വൈറസിനെയും ബേസ് ചെയ്തിട്ട് പ്രോട്ടീൻ കോഡിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇവയ്ക്ക് ഓരോ തരത്തിലായിരിക്കും റോൾ അല്ലെ? അതായത് കറക്റ്റ് ആയിട്ട് ഏത് സെൽസിലേക്കാണോ ഈ നമ്മുടെ ജെനറ്റിക് മെറ്റീരിയലിനെ എത്തിക്കേണ്ടത് അവിടേക്ക് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്ത് എത്തിക്കാനായിട്ടുള്ള മൂവ്മെന്റിനും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ടാർഗറ്റിംഗ് അല്ലെ, എവിടെയാണോ നമ്മുടെ ജീനോമിനെ എത്തിക്കേണ്ടത് ആ സെൽസിനെ ടാർഗറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ സെൽ ടു സെൽ മൂവ്മെന്റ് അല്ലെ, ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്കുള്ള വൈറസിന്റെ മൂവ്മെന്റിനുമാണ് എന്ത് സഹായിക്കുന്നത്? ഈ ഒരു ക്യാപ്സിഡ് സഹായിക്കുന്നത്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 2ഉം 3ഉമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ധാരാളം ചോദിച്ചു കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രെൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇൻ എ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി, ഇഫ് ദ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ ടു ലിങ്ക്ഡ് ജീൻ, ലിങ്കേജും ഒക്കെ നമുക്ക് അറിയാലോ, അപ്പൊ അതിലെ ലിങ്ക്ഡ് ജീൻ ആണ് അല്ലെ, ഒരു ക്രോമോസോംസിൽ ഇരിക്കുന്ന ലിങ്ക്ഡ് ജീൻ ആണ് ജീൻ എയും ബിയും സിയും. അതിൽ എയും ബിയും തമ്മിലുള്ള ആ ഒരു റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 15%, ബിയും സിയും എടുത്താൽ 10%. സോ അങ്ങനെയാണ് എങ്കിൽ എയും സിയും തമ്മിലുള്ളത് 5%. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓർഡർ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒന്ന് നോക്കാം നമുക്കിവിടെ ഡേറ്റാസ് തന്നിട്ടുള്ളത് എയും ബിയും. എ ഉണ്ട്, അതേപോലെ തന്നെ ബി ഉണ്ട്. എയും ബി ഉണ്ട്. അപ്പൊ ഈ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15, അല്ലെങ്കിൽ അതിന്റെ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് 15 ആണെന്ന് തന്നിട്ടുണ്ട്. ബിയും സിയും എന്ന് പറയുന്നത് ഏകദേശം 10 ആണ്. എയും സിയും തമ്മിലുള്ളത് 5ആണ്. നമ്മൾ കണ്ടെത്തേണ്ടത് ഈ ഒരു ക്രോമോസോംസിൽ, ജീൻസ് ലീനിയറിലാണല്ലോ ഇരിക്കുന്നത്, അപ്പൊ ഇതിനകത്തിലെ ഓർഡർ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ 3 ജീനുകളും എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു ഓർഡർ ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം, ക്രോമോസോമുകളിൽ ജീനുകൾ തമ്മിലുള്ളത് ഇത് 2 ജീനുകളാണല്ലോ. അപ്പൊ ഈ 2 ജീനുകൾ തമ്മിലുള്ള അകലം അളക്കുന്ന യൂണിറ്റ് ആണ് നമ്മുടെ സെന്റിമോർഗൻ എന്ന് പറയുന്നത്. അപ്പൊ സെന്റിമോർഗൻ എന്നുള്ളതാണ് ദൂരം. അപ്പൊ ഈ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി നമുക്ക് ദൂരമായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കിവിടെ 3 ദൂരങ്ങൾ തന്നിട്ടുണ്ട്, എയും ബിയും, ബിയും സിയും, എയും സിയുമായിട്ടുള്ള 3 ദൂരങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഓർഡർ ആണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ദൂരം ഏതാണ്? എയും ബിയും തമ്മിലുള്ളതാണ് ഏറ്റവും വലിയ ദൂരം. അപ്പൊ ബാക്കി 2 ദൂരം, ഏറ്റവും വലിയ ദൂരത്തെ അവിടെ ഇട്ടിട്ട് ബാക്കി 2 ദൂരം നമ്മൾ കൂട്ടി നോക്കാം. ബാക്കി 2 ദൂരം നോക്കിയേ, ബിയും സിയും തമ്മിലുള്ളത് 10, എയും സിയും തമ്മിലുള്ളത് 5. സോ 10+5. ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസ് ഒക്കെ എടുത്ത് അങ്ങോട്ട് എഴുതുക. അതിനുശേഷം ഏറ്റവും വലിയ ദൂരം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി 2 ദൂരം നോക്കിയേ, 10+5 15 തന്നെ കിട്ടിയല്ലേ. ഏറ്റവും വലിയ ദൂരം തന്നെ അവിടെ കിട്ടിയത് കണ്ടോ, 15 കിട്ടി. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഏറ്റവും വലിയ ദൂരം എന്ന് പറയുന്നത് എയും ബിയും തമ്മിലാണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പോ അതായത് എക്കും ബിക്കും അല്ലെ, സി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? സി നോക്കിയേ,
ഇത് തമ്മിൽ കൂട്ടുമ്പം ഏറ്റവും വലിയ ദൂരം കിട്ടണമെങ്കിൽ സി എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്കും ബിക്കും ഇടയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. എക്കും ബിക്കും ഇടയിൽ, അതായത് എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം എത്രയാണ്? 5 ഉള്ളൂ. അതേപോലെ തന്നെ സിയിൽ നിന്നും, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയേണ്ടത്? സിയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 10 ഉള്ളൂ. ഇനി ഇത് രണ്ടും കൂടി കൺസിഡർ ചെയ്യുന്ന ടോട്ടൽ ദൂരമാണ് എവിടെ എന്ന് പറയുന്നത്? എയിൽ നിന്നും ബിയിലേക്കുള്ള 15. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ ഒരു ആകെ ദൂരം അവിടെ ലഭിക്കുകയാണ് ചെയ്തത്, അല്ലെ. ആകെ ദൂരം 15 എന്ന് കിട്ടി. അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ACB എന്ന ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത് എന്ന് മനസ്സിലായി. നോക്കിയേ, ഇപ്പൊ നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോകണതേ ACB എന്നുള്ള ഓർഡറിലാണ് ഇരിക്കുന്നത്. അപ്പൊ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ ഡിസ്റ്റൻസ് അങ്ങോട്ട് എഴുതി വെക്കുക. അതിൽ ഏറ്റവും വലിയ ദൂരം ഇനി മാറ്റിയിട്ട് നമ്മൾ ബാക്കി 2 ദൂരം തമ്മിൽ പ്ലസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഏറ്റവും വലിയ ദൂരം തന്നെ കിട്ടി. സോ സി എന്ന് പറയുന്ന ആ ഒരു ചെറിയ ദൂരം അല്ലെ, അത് എന്ത് മനസ്സിലായി? സി എന്നത് എക്കും ബിക്കും ഇടയിലാണെന്ന് മനസ്സിലായി. എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരവും സിയിൽ നിന്നുള്ള ബിയിലേക്കുള്ള ദൂരം കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആകെ ദൂരമാണ് ലഭിച്ചത്, അല്ലെങ്കിൽ ആ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ലഭിച്ചത്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് കാരണം നമുക്ക് എന്ത് മനസ്സിലായി? സി അതിന്റെ ഇടയിലാണ് എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓർഡർ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ അല്ലെ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ അല്ലെ? ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദ കോമ്പൗണ്ട് ഫൗണ്ട് ഇൻ, അല്ലെ, നമ്മുടെ കമേലിയ സൈനൻസിസ് ലീവ്സ് അറിയാലോ. അതിന്റെ ലീവ്സിൽ വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ ഫ്ലേവർ ആൻഡ് ഹെൽത്ത് ബെനിഫിറ്റ് ബൈ ആക്ടിങ് ആസ് ആന്റി ഓക്സിഡന്റ്. അപ്പൊ ഈ ഒരു കമേലിയ സൈനൻസിസ് നമ്മുടെ ചായ, തേയില, തേയിലയുടെ ലീവ്സിൽ കാണപ്പെടുന്ന ഫ്ലേവറും ഹെൽത്ത് ബെനിഫിറ്റും ഒക്കെ ഉള്ള ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടാനിൻ, അതുപോലെ തന്നെ തിയോബ്രോമിൻ, കാറ്റ്കിൻ, അതുപോലെ തന്നെ എന്താണ് കാപ്സൈസിൻ. ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് തേയിലയിൽ കാണപ്പെടുന്ന ഫ്ലേവേഴ്സും ഹെൽത്ത് ബെനിഫിറ്റ്സും ഒക്കെ കൊടുക്കുന്ന ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത് കാറ്റ്കിൻ ആണ്. അതിൽ തന്നെ നമ്മുടെ ഈ എന്താ പറയേണ്ടത്, തിയോബ്രോമൈൻ എന്ന് പറയുന്നത് എന്തിലാണ്? നമ്മുടെ ചോക്ലേറ്റ്സിലാണ് കാണപ്പെടുന്നത്. കാപ്സൈസിൻ എന്ന് പറയുന്നത് നമ്മുടെ മുളകിലും ആണ് കാണപ്പെടുന്നത്. അപ്പൊ തേയിലയിൽ കാണപ്പെടുന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണ്? നമ്മുടെ കാറ്റ്കിൻ ആണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ്, സ്റ്റെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് എന്ന് പറയുന്നത് അല്ലെ. സ്റ്റെയിനിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, നമുക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയേ ഉള്ളൂ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ സ്റ്റെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The staining technique specifically used to visualize structures in the nucleus, especially DNA and RNA. അതായത് DNA-നെയും RNA-നെയും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിനിങ് ടെക്നിക്ക് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹെമറ്റോസൈലിൻ ആൻഡ് ഇയോസിൻ, സെലൂജൻ, പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിനിങ്, മെസോൺ സ്ട്രൈക്കോം സ്റ്റെയിനിങ്. ഇതിൽ ഏതാണ് DNA-നെയും RNA-നെയും അല്ലെ, ന്യൂക്ലിയസിലെ DNA-നെയും RNA-നെയും വിഷ്വലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? ഫെലൂജൻ സ്റ്റെയിനിങ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മള് ഹിസ്റ്റോകെമിക്കൽ ടെക്നിക്കില് സ്റ്റെയിൻസ് DNA-നെയും അല്ലെങ്കിൽ RNA-നെയും ഒക്കെ പ്രത്യേകിച്ച് സ്റ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഫെലൂജൻ സ്റ്റെയിൻസ് ആണ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് എന്താണ്? ഒരു പേർപ്പിൾ കളറിലായിരിക്കും ഇത് വിസിബിൾ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കുകയാണെങ്കിൽ ഹെമറ്റോസൈലിൻ അഥവാ യൂസിൻ സ്റ്റെയിനിങ് എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? മെയിൻ ആയിട്ട് ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യാൻ, പ്രൈമറിലി ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, DNA-നെ സ്പെസിഫിക്കലി സ്റ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിനിങ് ആണെങ്കിൽ കാർബോഹൈഡ്രേറ്റുകളെ ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ്, DNA-നെയോ RNA-നെയോ അല്ല. മെസോൺ സ്റ്റെയിനിങ് എന്ന് പറയുന്നതും മെയിൻ ആയിട്ട് എന്താണ്? കണക്റ്റീവ് ടിഷ്യൂസ്, ഫൈബേഴ്സിനെ ഒക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാനാണ്. ന്യൂക്ലിക് ആസിഡ്സിനെയോ ന്യൂക്ലിയസിനെയോ അവിടെ എന്ത് ചെയ്യുന്നില്ല? വിഷ്വലൈസ് ചെയ്യുന്നില്ല. സോ ഫെലോജൻ സ്റ്റെയിനിങ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. കോർക്ക് കേമ്പിയം ഈസ് എ പാർട്ട് ഓഫ് പെരിഡ്. കോർക്ക് കേമ്പിയം എന്ന് പറയുന്നത്
പെരിഡേമിന്റെ പാർട്ടാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതെ. അപ്പൊ നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് ആണ്. ഗ്രൗണ്ട് മെരിസ്റ്റം ഗ്രൗണ്ട് മെരിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൽ കോർട്ടക്സ് ആൻഡ് പിത്ത് അല്ലെ, ഗ്രൗണ്ട് മെരിസ്റ്റം ഇൻക്ലൂഡ്സ് കോർട്ടക്സ് ആൻഡ് പിത്ത് ഓഫ് ഡൈക്കോട്ട് സ്റ്റെം. കറക്റ്റ് ആണ്, കോർട്ടക്സും പിത്തും ഗ്രൗണ്ട് മെരിസ്റ്റത്തിൽ വരുന്നുണ്ട്. പ്രോക്കേമ്പിയം ഈസ് എ പ്രൈമർലി വാസ്കുലാർ ബണ്ടില്. പ്രോക്കേമ്പിയം എന്ന് പറയുന്നത് പ്രോക്കേമ്പിയം എന്ന് പറയുന്നത് ഒരു പ്രൈമറി വാസ്കുലാർ ടിഷ്യൂ ആണ്. കറക്റ്റ് ആണ്. ഇതും എന്താണ്? കറക്റ്റ്. അപ്പൊ ഇൻകറക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. ബാക്കി മൂന്നും ശരിയാണെങ്കിൽ ഇത് ഇൻകറക്റ്റ് ആണ്. അപ്പൊ എന്താ ഇൻകറക്റ്റ് എന്ന് നോക്കാം. പ്രോട്ടോഡേം ഈസ് ദ ഇനിഷ്യൽ വാസ്കുലാർ ടിഷ്യൂ ഓഫ് മോണോകോട്ട് സ്റ്റെം അല്ലെ. പ്രോട്ടോഡേം എന്ന് പറയുന്നത് ഇനിഷ്യൽ വാസ്കുലാർ ടിഷ്യൂ ആണോ? അല്ല. പ്രോട്ടോഡേം എന്താണ്? എപ്പിഡെർമിസ് ആണ് അല്ലെ. എപ്പിഡെർമിസ് ആണ് പ്രോട്ടോഡേമിൽ നിന്നും ഫോം ചെയ്യുന്നത്. ഈ വാസ്കുലാർ ടിഷ്യൂസ് എവിടെ നിന്നാണ്? സൈലം, പ്രോയം അല്ലെങ്കിൽ സൈലവും ഫ്ലോയവുമായിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂസ് പ്രോക്കേമ്പിയത്തിൽ നിന്നാണ് അല്ലെ. എവിടെ നിന്നാണ്? പ്രോക്കേമ്പിയത്തിൽ നിന്നാണ് ഫോം ചെയ്യപ്പെടുന്നത്. അപ്പൊ പ്രോട്ടോഡേം എന്ന് പറയുന്നത് എപ്പിഡെർമിസ് അല്ലെ, എപ്പിഡെർമിസ് ആണ് പ്രോട്ടോഡേമിൽ നിന്ന് ഫോം ചെയ്യുന്നത്. വാസ്കുലാർ ടിഷ്യൂസ് ഫോം ചെയ്യുന്നത് നമ്മുടെ പ്രോക്കേമ്പിയം ആണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡി ആയിരുന്നു. നെക്സ്റ്റ് നോക്കാം. ഹു ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ എത്തനോബോട്ടണി? ഇന്ത്യൻ എത്തനോബോട്ടണിയുടെ ഫാദർ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ എത്തനോബോട്ടണിയുടെ ഫാദർ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ സുധാൻഷു കുമാർ ജെയിൻ ബി എം ജോറി, കൈലാസ് നാഥ് കോള്, ജാനകിയമ്മ. ഇവരിൽ ആരാണ് ഇന്ത്യൻ എത്തനോബോട്ടണിയുടെ ഫാദർ? സോ ഫാദർ ഓഫ് ഇന്ത്യൻ എത്തനോബോട്ടണി എന്ന് പറയപ്പെടുന്നത് ഡോക്ടർ എന്താണ് എസ്.കെ. ജെയിൻ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ എത്തനോബോട്ടണി എന്ന് പറയുന്നത്. ഇനി എത്തനോബോട്ടണിയുടെ ഫാദർ ഇന്ത്യൻ ഇല്ലാതെ കോമൺലി എത്തനോബോട്ടണിയുടെ ഫാദർ എന്ന് പറയുന്നത് റിച്ചാർഡ് ഇവാൻസ് ആണ്. എന്തെന്ന് പറയുന്നത്? എത്തനോബോട്ടണിയുടെ ഫാദർ എന്ന് പറയുന്നത്. ഇന്ത്യൻ എത്തനോബോട്ടണി എടുത്ത് ചോദിക്കുകയാണെങ്കിൽ എസ്.കെ. ജെയിൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള എത്തനോബോട്ടണിയുടെ ഫാദർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഏകദേശം അവസാനിക്കാറായി. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നടക്കാം. ഹൗ മെനി ബാർ ബോഡീസ് അല്ലെ. ഈ ഒരു ടോപ്പിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സിൻഡ്രംസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിച്ചു കാണാറുള്ളതാണ്. സോ നമുക്ക് നോക്കാം. How many bar bodies would be observed in the interface of somatic cells in individual with the Klinefelter syndrome? Klinefelter syndrome ഉള്ള ഒരാളില് എത്ര ബാർ ബോഡീസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബാർ ബോഡീസ് അറിയാലോ. ബാർ ബോഡീസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് മെയിൻ ആയിട്ട് എക്സിനെയാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ നോർമൽ ഒരു മെയിൽ എന്ന് പറയുന്നത് XY ആണ്. അയാൾക്ക് ക്ലിനിഫെർട്ടർ സിൻഡ്രോം ഉണ്ടെങ്കിൽ അയാളിലേക്ക് എന്തായിരിക്കും? ഒരു എക്സ് ക്രോമോസോമും കൂടി ആയിരിക്കും എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അപ്പൊ എത്രയാണ്? 1 ബാർ ബോഡി. ബാർ ബോഡി റെഫേഴ്സ് ടു എക്സ് ക്രോമോസോം. സോ ഒരു എക്സ്ട്രാ എക്സ് ക്രോമോസോമും കൂടി വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ക്ലിനിഫെർട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ നോർമൽ ഉള്ള 46 ക്രോമോസോംസിൽ നിന്നും ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും? 47 ക്രോമോസോംസിലേക്ക് അത് പോകും. സോ 46-ൽ നിന്നും 47 ക്രോമോസോംസിലേക്ക് ചേഞ്ച്ഡ് ആവും. അപ്പൊ അതാണ് ക്ലിനിഫെർട്ടർ സിൻഡ്രോം. നോർമലി മെയിൽസിലാണ്. മെയിൽസിലെ XY കൂടാതെ ഒരു XX വരുന്നതാണ് എന്ന് പറയുന്നത് ഈ ഒരു സിൻഡ്രോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടേർണർ സിൻഡ്രോം ചോദിക്കാം. ടേർണർ സിൻഡ്രോം എന്ന് പറയുന്നത് X0 ആണ് അല്ലെ. ഫീമെയിൽസിലെ ഒരു എക്സ് ക്രോമോസോം ആബ്സെന്റ് ആയിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ക്രോമോസോം എന്താവുന്നു? 45 ആയിട്ട് മാറുന്നു. അപ്പൊ ടർണർ സിൻഡ്രോം ഫീമെയിൽസിനെയും ക്ലിനിഫെർട്ടർ സിൻഡ്രോം മെയിൻ ആയിട്ട് മെയിലിനെയുമാണ് അഫക്ട് ചെയ്യുന്നത്. ഇത് രണ്ടും യൂഷ്വലി ചോദിക്കും. പിന്നെ ചോദിക്കുന്നത് ക്രോമോസോം. യൂഷ്വലി നമ്മുടെ ക്രോമോസോമുകളെല്ലാം എന്താണ്? പെയറുകളായിട്ടാണ് കാണുന്നത്. അതിൽ ക്രോമോസോം എടുത്തു. ഈ 21ാമത്തെ ക്രോമോസോം നോർമൽ ആൾക്കാരിൽ ഇങ്ങനെ പെയറായിട്ട് വരികയാണെന്ന് വിചാരിച്ചു. അപ്പം ഒരാളും കൂടി ആഡ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രൈസോമി ഓഫ് ദി 21st ക്രോമോസോം എന്ന് പറയുന്നത്. അതാണ് ഡൗൺ സിൻഡ്രോം. ഇനി അതിന് പകരം 18ാമത്തെ ക്രോമോസോം, 21 മാറിയിട്ട് 18ാമത്തെ ക്രോമോസോമിലാണ് ഒരാളുടെ എക്സ്ട്രാ വരുന്നത് എങ്കിൽ ട്രൈസോമി ഓഫ് ദി 18th ക്രോമോസോം ആണെങ്കിൽ അത് ഏത് സിൻഡ്രോം ആണ്? എഡ്വേർഡ് സിൻഡ്രോം ആണ്.
ഇനി അഞ്ചാമത്തെ ക്രോമോസോം എടുക്കുകയാണ്. അഞ്ചാമത്തെ ക്രോമോസോമില് എന്ത് പറ്റി? ഡിലീഷൻ, അതിന്റെ ഒരു ഷോർട്ട് ആം അങ്ങ് ഡിലീറ്റഡ് ആയി പോയി എന്ന് പറഞ്ഞു വിചാരിച്ചു. അതാണ് ക്രൈഡുചാറ്റ് സിൻഡ്രം എന്ന് പറയുന്നത്. കുട്ടികൾ കരയുമ്പോൾ എന്താവും? പൂച്ചയുടെ ഇൻഫന്റുകളിലാണ് കാണപ്പെടുന്നത്. പൂച്ചയുടെ ഒരു പിച്ചിലായിരിക്കും കരയുന്നത്. സോ സിൻഡ്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ലിനിഫേർട്ടേഴ്സ് സിൻഡ്രം എന്ന് പറയുന്നത് 47 ക്രോമോസോം, ഒരു അഡീഷണൽ എക്സ് ബാർ ബോഡിയും കൂടി എന്ത് ചെയ്യുന്നു? മെയിൽസിൽ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെയിൻ ആയിട്ട് ക്ലിനിഫേർട്ടേഴ്സ് സിൻഡ്രം എന്ന് പറയുന്നത്. ദെൻ ടേർണർ സിൻഡ്രം ഉണ്ട്, X0, ഒരു ക്രോമോസോംസ് ആബ്സെന്റ് ആവുന്നതാണ് ടർണർ സിൻഡ്രം എന്ന് പറയുന്നത്. 21ാമത്തെ ക്രോമോസോംസിൽ ഒരു എക്സ്ട്രാ പെയർ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഡൗൺ സിൻഡ്രം. 18ാമത്തെ ക്രോമോസോമിന്റെ ട്രൈസോമിയാണ് എഡ്വേർഡ് സിൻഡ്രം. ആൻഡ് ഫൈനലി ക്രൈഡുചാറ്റ് സിൻഡ്രം എന്ന് പറയുന്നത് 5ാമത്തെ ക്രോമോസോമിന്റെ ഷോർട്ട് ആം എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ആയി പോകുന്നതാണ്. അപ്പൊ ഈ സിംറ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് മൊഡ്യൂൾസിൽ നിന്നും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു. നിങ്ങൾക്ക് അത് ഏകദേശം ഒക്കെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വരുന്ന സെറ്റ് എക്സാംസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ, നല്ല രീതിയിലായിട്ട് എക്സാംസ് എഴുതാൻ സാധിക്കട്ടെ, ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ പോസ്റ്റിംഗിലേക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.